സ്തുതിക്കുവാൻ ആരാധിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ അല്പമെങ്കിലും ഈ ചൂടത്ത് ചെറിയൊരു സാക്രിഫൈസ് ഒക്കെ ചെയ്താണ് വന്നതെങ്കിൽ അല്ലേ, ഇച്ചിരി നേരത്തെ എത്തുവാനായിട്ട് ഒന്ന് പരിശ്രമിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ട് ഈ പകല് വെറുതെ ആകില്ല. നിശ്ചയമായും ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, മോശ കൈ ഉയർത്തിയപ്പോഴൊക്കെ താഴ്വരയിൽ ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, മോശ കൈ ഉയർത്തുമ്പോൾ സഹായിക്കാൻ അഹ്റോനും ഹൂറും ഉണ്ടായിരുന്നു കൂടെ. നമ്മളിപ്പോ കണ്ണടച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുക. സഹായിക്കുവാനായിട്ട് ഒരു സ്വർഗീയ വൃന്ദം തന്നെ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ സകല വിശുദ്ധർ, അമ്മ മാതാവ് കൂടെ നിൽക്കുന്ന, ഇവിടെ നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഓരോ വിശുദ്ധ സഹോദരങ്ങള് ഇവിടെ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കരങ്ങൾ ഉയർത്തി, അത് നിന്റെ ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നിന്റെ കരം ഉയർത്തുമ്പോൾ അതൊരു ആയുധമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഒരു മനസ്സോടെ ചോദിക്കാൻ പോകുക, പരിശുദ്ധാത്മാവെ, ഇന്ന് ഞങ്ങൾക്ക് ഇന്നലെ വരെ അറിഞ്ഞതുപോലല്ല നിന്നെ രുചിച്ചറിയുവാൻ ഒരു കൃപയ്ക്കായിട്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ചോദിച്ച്, ഏത് മേഖലയാണ് തൊടേണ്ടത്, ഏത് മേഖല തൊടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഒന്ന് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമയം ഒന്ന് തൊടണമേ എന്ന് ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കുടുംബം ജയിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അവര് തളരില്ല. നീ ഒന്ന് ഉയർത്തുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബങ്ങളെ ഉയർത്തിക്കേ, നിന്റെ വിഷയങ്ങളെ ഒന്ന് ഉയർത്തിക്കേ, നിന്റെ പ്രശ്നങ്ങളെ ഒന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സകല മുട്ടും
ജീവിതത്തില് എങ്ങനെ വെളിപ്പെടണം, വിളിക്കണം. യേശുവേ, Jesus, 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 Jesus.
ഹല്ലേലൂയ. ഓരേ ഖലാറാബ സാതാലാറാബ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികൾ ചെയ്യുന്നവനാണ് ദൈവം. പക്ഷേ ഇങ്ങനെ വചനം പറയും, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിന്റെ നടുവിൽ ഒരു ദൈവമുണ്ടെന്ന് നീ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ നീ വിശ്വസിക്കുന്നു, നീ ഏറ്റു പറയുന്നു, നീ പ്രഖ്യാപിക്കുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് നീ പറയുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഓരി കലറബ റിബബ സതലറബ ഓരി കലറബ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 18:18. സ്വർഗത്തില് നിങ്ങൾ കെട്ടുന്നതെല്ലാം ഭൂമിയിലും കെട്ടപ്പെടും. സ്വർഗത്തില് ഞാൻ നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത്, നിങ്ങളാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ കർത്താവ് തന്നിരിക്കുന്ന അധികാരം, സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് പോകുമ്പോൾ വെളിപാടില് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 1:18 മരിച്ചവനായിരുന്നെങ്കിലും എന്നേക്കും ജീവിക്കുന്നവനായവൻ പറയുന്നു, ഇതാ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലുണ്ടെന്ന്. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ പറയും, നീ സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം ഭൂമിയിലും കെട്ടപ്പെടും. ഈ ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വ്യാപരിക്കുന്നത് ആ കെട്ടുകളെ അഴിക്കുവാനുള്ള ഒരു അഭിഷേകം. ആ കെട്ടുകളെ കെട്ടുവാൻ ചിലതൊക്കെ കെട്ടേണ്ടതാണ്, ചിലതൊക്കെ അഴിക്കേണ്ടതാണ്. ഇപ്പോൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ആ അധികാരം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ആദിയില് നമുക്ക് നമ്മുടെ മാതാപിതാക്കളിലൂടെ നഷ്ടമായ മരണത്തിന്റെ ആ താക്കോൽ തിരികെ എടുക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്, ശത്രുവിന്റെ ഭവനത്തിലെ താക്കോൽ കൂടി അവന്റെ കയ്യിലായിരിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശത്രുവിനെ തോൽപ്പിച്ച് ജയിക്കാൻ വേണ്ടി അല്ല ഞാൻ ഓടുന്നത്, ജയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. ക്രൂസിലെ ജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആ ഒരു അധികാരം എന്റെ ഉള്ളിൽ
കർത്താവേ ഞങ്ങളുടെ ഉള്ളങ്ങളുടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഞാനെന്ന ഭാവത്തെ തകർത്തുകൊണ്ട്
എന്റെ ഉള്ളിൽ ഒരു ദൈവ സ്നേഹം വ്യാപരിക്കണം. ആ ക്രൂസിലെ സ്നേഹം വ്യാപരിക്കണം. ക്ഷമിക്കുന്ന സ്നേഹം വ്യാപരിക്കണം. ക്ഷമിക്കുന്ന ഒരു സ്നേഹം വ്യാപരിക്കണം. ശത്രുതയുടെ മതിലുകളെ തകർക്കുന്ന ഒരു സ്നേഹം വ്യാപരിക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങള് ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ, കരങ്ങൾ ഉയർത്തിക്കേ. കുടുംബങ്ങള് ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. ക്ഷമിക്കുന്ന ഒരു സ്നേഹം, ക്ഷമിക്കുന്ന ഒരു സ്നേഹം വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുക. എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരിവിടെ ഉണ്ടായിരിക്കില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ അവരെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവരുടെ ശിരസിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഒരു ദൈവ സ്നേഹം വ്യാപരിക്കണം. ദൈവത്തിന്റെ സ്നേഹം ഇവിടെ വ്യാപരിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിറഞ്ഞൊരു ദൈവ സ്നേഹം വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദനയിൽ ഞങ്ങൾക്ക് ഭയമില്ല. കർത്താവാണ് ഞങ്ങളുടെ ആശ്രയം. കർത്താവാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് ഭയമില്ല. കർത്താവാണ് ഞങ്ങളുടെ ആശ്രയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് എന്റെ പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക. ഈ സ്തുതി ആരാധനകൾ
ആരുമില്ല. ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്തുതിച്ചുകൊണ്ട് അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തി കടന്നു വരുന്ന വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതുബലം ഇവിടെ വ്യാപരിക്കണം. ദൈവവചനം, ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനം ഇവിടെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്നിവിടെ വ്യാപരിക്കണം. നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ദൈവത്തിന്റെ വചനം വ്യാപരിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന സഹോദരനെ സമർപ്പിച്ചുകൊണ്ട്, ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷകരെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ ശക്തിയോടെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു സാക്ഷിയായി മാറുവാൻ, നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു സാക്ഷിയായി മാറുവാനായിട്ട്, നമ്മളായിരിക്കുന്ന മേഖലകളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുവാനായിട്ട് ഇനിയും സമയമില്ല. നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ ദൈവമേ നിന്റെ ശക്തി ഇന്ന് ഞങ്ങളിലേക്ക് ഒരു പുതുബലമായി വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ഈശോയ്ക്ക് സ്തുതി കൊടുക്കാം, പരസ്പരം സ്തുതി കൊടുക്കാം, ശാന്തമായിട്ടിരിക്കാം. ധാരാളം ആളുകൾ ഈശോയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി. പുതിയതായിട്ട് വന്നവരാരൊക്കെയാണ്? നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിയാൽ അവർ നമുക്ക് എല്ലാവർക്കും ഒന്ന് വെൽക്കം ചെയ്യാം അല്ലെ? ആരൊക്കെ പുതിയതായിട്ട് വന്ന് എഴുന്നേറ്റ് നിൽക്കാമോ പ്ലീസ്? പുതിയതായിട്ട് വന്നവരെ വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എല്ലാ ആഴ്ചയിലും വരണം കേട്ടോ. ഈ ലോകത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അമൂല്യമായ അനുഗ്രഹമാണ് ഈ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് 84 സങ്കീർത്തനം 10 വാക്യം. നമ്മുടെ പിതാവ് ബൈബിളിലൂടെ പറയപ്പെടും. 84 സങ്കീർത്തനം 10 നമുക്കൊരു കൂട്ടായ്മയിൽ കടന്നു വരാൻ പറ്റുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ കർത്താവ് പറയുന്നതാണ്. അന്യ സ്ഥലത്ത് 1000 ദിവസം ആയിരിക്കുന്നതിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് അങ്ങയുടെ ആലയത്തിൽ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി? പുതിയതായവർക്ക് പ്രത്യേകം. കാരണം നമുക്ക് ഇതുപോലെ കൂട്ടായ്മയിൽ വരാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളൊക്കെ വേണം. പക്ഷെ അത് മാത്രം പോരാന്നാണ് കർത്താവ് പറയണേ. നമ്മൾ ഗുരു ബൈബിളിലൂടെയല്ലേ സംസാരിക്കുക. അതിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്ന രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6:44 വാക്യം. യോഹന്നാൻ 6:44 ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവന് എന്റെ അരികിൽ കടന്നു വരുവാൻ. അപ്പൊ നമ്മൾ ഈ സന്ധ്യായാമങ്ങളുടെ ആരംഭത്തില് ഇവിടെ ആയിരിക്കുന്നതിന്റെ യഥാർത്ഥ റേസ് എന്താണ്? നമ്മുടെ പിതാവിന്റെ എന്ന് ആര് പഠിപ്പിച്ചു? ചെറുവനായി ഞാൻ പഠിപ്പിച്ചല്ലേ, നമ്മുടെ ഗുരുതാൻ അല്ലേ? യേശുവിനേക്കാൾ വലിയ ഗുരു നമുക്കില്ലല്ലോ. ഇനി അവിടെ അതേ അധ്യായത്തിൽ വേറൊരു മനോഹരമായ ഒരു പ്രത്യാശയുടെ വചനം പറയുന്നുണ്ട്. യോഹന്നാൻ 6:37 അവിടെ പറയാണ്: എന്റെ അരികിൽ കടന്നു വരുന്ന ഒരുവിനെ ഞാൻ തള്ളിക്കളയും. ഒരുവിനെയും അതിന് ഒരുപാട് അർത്ഥമുണ്ട്. നമ്മൾ കുറവുള്ളവരാകാം, ബലഹീനരായിരിക്കാം, ആകർഷണമായി സൗന്ദര്യം ഉണ്ടായിരിക്കില്ല, കുലഭയം ഉണ്ടാവില്ല, പാരമ്പര്യം ഉണ്ടായിരിക്കില്ല, ഗംഭീരമായ ഒരുപാട് ന്യൂനതകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതമായിരിക്കാം, നമ്മുടെ ശല്യമായിരിക്കാം, മക്കൾക്ക് ഒരു ഭാരമായിരിക്കാം, സഹോദരങ്ങളാൽ താഴെപ്പെട്ടവരായിരിക്കാം. എങ്കിലും കർത്താവ് പറയുന്ന അത്യുന്നതമായ പ്രത്യാശയുടെ വചനമാണ്: എന്റെ അരികിൽ കടന്നു വരുവിനെ ഞാൻ. അതാണ് നമ്മുടെ കർത്താവിന്റെ ഈ ആത്മീയകൂട്ടായ്മയുടെ പ്രത്യേക. ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എല്ലാം ദൈവജനം മാത്രമേ പറയുള്ളൂ. ഞാനിവിടെ പറയുന്നതിലൊരു 95% ലിമിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇല്ലാത്തവർ ചിലത് പറയാൻ പരിശുദ്ധാന്ന് പറഞ്ഞാൽ അവർ ദൈവജനായിരിക്കും, പക്ഷെ ലീവിൽ ഉണ്ടാവില്ല എന്നുള്ള. അപ്പൊ അവര് ഡിസ്പ്ലേയിൽ കാണിച്ചു തരും കേട്ടോ. പ്രീസറോൺ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെറിയൊരു അവബോധം, പരിശുദ്ധാത്മാവിന്റെ അവബോധം നമുക്കുണ്ടാകണം. എങ്കിലേ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി ദാഹം ഉണ്ടാവുള്ളൂ. ദാഹം ഉണ്ടായാലേ നമുക്ക് പരിശുദ്ധാത്മ ലഭിക്കുള്ളൂ. ആദ്യമായിട്ട് ബൈബിൾ പ്രകാരം പരിശുദ്ധാത്മാവ് ആരാണ്? നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ശക്തി, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാള്, ഇങ്ങനെ പല പല വാക്കുകൾ കുറേ ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടൊന്നും തെറ്റല്ല, പക്ഷെ അപൂർണമാണ്. പരിശുദ്ധാത്മാവിനെ ഈ പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഒരു വാക്യമുള്ളൂ, അതിനൊരു വാക്കുള്ളൂ.
അതിന്റെ പേരാണ് എല്ലാവരും ഏറ്റു പറഞ്ഞ പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ ദൈവത്തെ പോലെ പരിശുദ്ധാത്മാവാരാണ്? ദൈവമാണ്. പറഞ്ഞ എല്ലാവരും. അതിൽ കുറഞ്ഞ എന്ത് പറഞ്ഞാലും തെറ്റാണെന്ന് ഞാൻ പറയില്ല, അപൂർണമാണ് കേട്ടോ. നമ്മുടെ ശക്തി, അല്ലെങ്കിൽ മൂന്നാമതൊരാള്, പ്രതീകം, പ്രാവ്, പല പല രൂപങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ തീ, അഗ്നി, ഉപ്പ്, ഇതൊക്കെ ബൈബിളിൽ കാണുന്ന പ്രതീകങ്ങളാണ്. പക്ഷെ ഇതിലൊന്നും പരിശുദ്ധാത്മ പൂർണ്ണമായിട്ടില്ല. പരിശുദ്ധാത്മ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ ഒറ്റ വാക്കുള്ളൂ, അതെന്താണ്? ദൈവമാണ്. അവർക്ക് പറഞ്ഞ എല്ലാവരും ആ ബോധ്യത്തിലായിരിക്കും നമ്മൾ ഇടപെടേണ്ടത് കേട്ടോ. അതായത് പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ ദൈവത്തെ പോലെ പരിശുദ്ധാത്മാവാരാണ്? ഒന്നുകൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മ ദൈവമാണ്. അതിനാൽ തന്നെ നമ്മുടെ ദൈവമായിട്ട് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? ആരാധിക്കണം. പറഞ്ഞ എല്ലാവരും. ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നമ്മൾ കത്തോലിക്കർ ദൈവത്തെ മാത്രം ആരാധിക്കുന്നുള്ളൂ. നോൺ കത്തോലിക്കരായ പലരും നമ്മളൊക്കെ കളിയാക്കാറുണ്ട്. നിങ്ങൾ മാതാവിനെ ആരാധിക്കുന്നില്ലേ? വിശുദ്ധന്മാരെ അവരൊന്നും ആരാധിക്കുന്നില്ല. ബഹുമാനിക്കണം, വണം കാണിക്കണം. എന്താ ചെയ്യണം നമ്മള്? അത് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ശ്രേഷ്ഠന്മാരെയൊക്കെ വണങ്ങാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വാനാകവർണ്ണങ്ങൾ പോലും യോഹന്നാനെ ബഹുമാനിക്കുന്നു, വണങ്ങുന്നായിട്ട് ഒരുപാട് പുസ്തകത്തിലുണ്ട്. അപ്പൊ അതിവിശുദ്ധരായ മാലാഖമാരെ അവർ ബഹുമാനിച്ചെങ്കിൽ നമ്മൾ എത്രയധികം അവരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ വണങ്ങണം? അത്രേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ, പുത്രനായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ ആരാധിക്കണം. എന്തുകൊണ്ടാണ്? വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഉറക്കെ പറഞ്ഞു കേട്ടോ. എന്തുകൊണ്ടാണ്? ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ അതൊരു വലിയ രഹസ്യമാണ്. പിതാവായ ദൈവത്തേക്കാൾ കൂടുതൽ, പുത്രനായ ദൈവത്തെ കൂടുതൽ നമ്മൾ ആരാധിക്കണം. എന്തുകൊണ്ട്? ദൈവമായത് കൊണ്ട് മാത്രമല്ല, അതിനൊക്കെ വേറൊരു റീസൺ ഉണ്ട്. ഈ നമ്മുടെ ബൈബിളില് പഴയ നിയമത്തിലെല്ലാം പിതാവായ ദൈവത്തിന്റെ പോർഷനാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. സുവിശേഷത്തിലെല്ലാം ആരാണ്? യേശു ക്രിസ്തുവാണ് അല്ലേ? പിന്നെയുള്ള അപ്പോസ്തലർ, ഇനി രണ്ടാമത് വരെ നമ്മൾ എജിപ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ട്രിനിറ്റിയുടെ ഒരു രഹസ്യതാണ്. എവിടെ പിതാവുണ്ടോ അവിടെ തന്നെ ആരുണ്ട്? പുത്രനും പരിശുദ്ധ. എവിടെ പുത്രനും അവിടെ തന്നെ പിതാവും, എവിടെ പരിശുദ്ധ അവിടെ തന്നെ പിതാവ് പുത്രനുണ്ട് കേട്ടോ. വേറെ കാര്യം, ഇപ്പൊ ഈ മൊബൈലിൽ ഇപ്പൊ വലിയ ബ്രദറിന് വേണമെങ്കിൽ ഇത് വചനഘോഷത്തിന്റെ ഉപകരണമായിട്ട് മാറ്റാം അല്ലേ? അടുക്കളയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു നല്ല നല്ല കറികൾ എങ്ങനെ ഉണ്ടാക്കാം, അപ്പൊ അവര് അതിനുപയോഗിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ്? അവരുടെ പഠനാവശ്യത്തിനാണ്. എല്ലാ ഇതിൽ തന്നെയുണ്ട് അല്ലേ? 3 പേരും 3 തരത്തിലുള്ള ഉപയോഗമാണ് നടത്തുന്നത്. പക്ഷെ ഇതിന് 3 ഒരേ ഡിസ്പ്ലേ ആണ്, ഒരേ കറണ്ടാണ്, ഒരേ ബാറ്ററിയാണ്, ഒരേ എല്ലാം ഒന്നാണ്. എന്ന് പറഞ്ഞാല് എവിടെ പിതാവുണ്ടോ അതിൽ തന്നെ പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പുത്രനുണ്ട് അവിടെ തന്നെ പിതാവും പരിശുദ്ധാത്മാവുണ്ട്. എവിടെ അവിടെ പിതാവും പുത്രനുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ വസിക്കാൻ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം, പരിശുദ്ധാത്മാവിന്റെ ആഗമന ശേഷം പിന്നെ ദൈവമക്കളായി നമ്മൾ വസിക്കുന്ന ആരാണ്? ഹോളി ട്രിനിറ്റിയുടെ പരിശുദ്ധാത്മാവിന്റെ പോർഷനാണ്. നമ്മൾ ഏറ്റവും അടുപ്പുള്ളവരോടല്ലേ കൂടുതൽ അടുപ്പം, ഏറ്റവും കൂടെയുള്ള ആളുകളോടല്ലേ കൂടുതൽ അടുപ്പം കാണിക്കണേ. അപ്പൊ നമ്മുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ അടുത്ത ആരുള്ളത്? അപ്പൊ ദൈവത്തോട് കാണിക്കുന്ന അടുപ്പാണ് പ്രാർത്ഥന. അപ്പൊ ആരോടെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്? ഉറക്കെ പറഞ്ഞേ, ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേ. നമ്മൾ ആരോടാണ് കുറവ് പ്രാർത്ഥിക്കുന്നത്? രണ്ടാമത്തെ മിസ്റ്റേക്ക്. ഓക്കെ, എന്ത് ചെയ്യാൻ മതി? ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈശോ നമുക്ക് പരിശുദ്ധാത്മ തന്നത് വെറുതെ ഒരു കാര്യത്തിലല്ല. സർവശ ഗുരുനാവിന് വർണ്ണിക്കാൻ പറ്റാത്ത ദൈവമാണ് പരിശുദ്ധാത്മാവെങ്കിലും നമ്മൾ വസിക്കുന്നത് നോട്ട് ഓൺലി ഗോഡ് ആസ് വെൽ ആസ് ഹെൽപ്പർ, എന്നേക്ക് നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനായിട്ടാണ് നൽകിയിരിക്കണേ. അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലും, അത് ശാരീരികമാട്ടെ, പഠനമാട്ടെ, ജോലിയാട്ടെ, അല്ലെങ്കിൽ ആത്മീയമാട്ടെ, ബലഹീനത, തർക്കതോ, ഏത് തരത്തിലും ആരുടെ സഹായം തേടാം എന്ന് ആര് പറയുന്നു? ഞാനല്ല പറയണത്. ആരാ പറയുന്നത്? യേശുവിനേക്ക് വലിയ ഗുരു നമുക്കില്ലല്ലോ. ഏത് കാര്യത്തിൽ നമുക്ക് സഹായം തേടാം. മക്കളെ, അതുകൊണ്ടാണ് റോമ 8:26 വാക്യത്തിലെ കർത്താവിന്റെ തോന്നുന്നു. റോമ 8:26 ഇങ്ങനെ പറയാ, എല്ലാവരും പറയാം, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനത ആത്മാവ് നമ്മളെ. ഇപ്പൊ നമുക്കുണ്ട് വെറുപ്പ്, പാപാണ്, ഈശോയുടെ വലിയ കൽപ്പനയാണ്. ആറ് വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കണം. പക്ഷെ നമുക്ക് ആ മേരിയോട് എങ്ങനെ വിചാരിച്ചാൽ അവിടെ അങ്ങോട്ട് കാണുമ്പോൾ ഉറക്കമാണ് വെറുപ്പ് വരിക. നമുക്ക് വെറുപ്പ് വേണ്ടാന്നുണ്ട്, ഹെൽപ്ലെസ്. അപ്പൊ നമുക്ക് ആരുടെ സഹായം തേടാം? പരിശുദ്ധാത്മ. ഒരു അപ്പൻ്റെ ഒരു മക്കളെ, നമ്മൾ ദൈവമക്കളാണ്. ആ ഇന്റിമേറ്റ്സ് ആണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? നമ്മൾ പാപം ചെയ്യുന്നേക്കാളും 1000 ഇരട്ടി ദൈവത്തിന്റെ സങ്കടമാണ് നമ്മൾ ദൈവത്തെ അപ്പനായിട്ട് കാണാത്തത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദന അതാണ്. ബൈബിളുണ്ട് ദൈവത്തിന്റെ ഹൃദയവികാരം. ബൈബിളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുക. യെരമ്യായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നിങ്ങൾ വായിച്ച് ലഭിക്കില്ല. യെരമ്യാ 3:19 നമ്മുടെ അപ്പന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ വേദന എഴുതി വെച്ചിരിക്കുന്നതാണ്.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതെന്ന് പറയാം. എല്ലാം ജനം 3:19 എന്റെ മക്കളോട് തന്നെ പാർപ്പിക്കുവാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേതപരമായ വാശം നൽകാൻ ഞാൻ എത്രയേറെ ഹൃദയവേദനയാണ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കില്ലെന്ന് എത്രയേറെ ഓരോ ദിവസം കാതോർക്കുന്ന സർവശക്തനായ അത്യുന്നതനായ മഹോന്നതനായ പരമപുരുഷനായ ദൈവമേ എന്നും നമ്മുടെ വായന്ന് കേൾക്കാൻ നമ്മുടെ അപ്പൻ ആഗ്രഹമില്ല. പിന്നെ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കണേ? പിതാവേ അപ്പ. ദൈവത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരമാണ് നമ്മുടെ ദൈവത്തെ ഉള്ളിൻ്റെ ഉള്ളിട്ട് വാകൊണ്ടല്ല. ദൈവം ഹൃദയാണ് നോക്കുക. വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്റെ മുമ്പിൽ വാഗോണ്ടുള്ള കസരത്തൊക്കെ വില പോകും, ദൈവത്തിന് വില പോവില്ല. അതിന്റെ കാരണം എന്താ? ദൈവം ഒരാളെ നോക്കുന്നതും മനുഷ്യനൊരാളെ നോക്കുന്നതും ഒരു ചെറിയ കുഞ്ഞൊരു വ്യത്യാസമുണ്ട്. എത്ര ഒരു കുഞ്ഞൊരു 4 വാക്കുള്ള ഒരു കൊച്ചു വായ. അതാണ് 1 ശമൂവേൽ 16:7. 1 ശമൂവേൽ 16:7 ദൈവം ഒരാളെ നോക്കുന്നതും മനുഷ്യനൊരാളെ നോക്കുന്നതും വ്യത്യാസം സ്പഷ്ടമായിട്ട് നമ്മുടെ അപ്പം ബൈബിളിലൂടെ നമ്മുടെ അപ്പം സംസാരിക്കുക. അവിടെ നിന്ന് പറയാണ്, മനുഷ്യൻ ഭാഗ്യരൂപ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ നമ്മുടെ അപ്പാന്ന് വിളിക്കുന്ന ഉള്ളിന്നാണെന്ന് ആര് നോക്കണ്ട്? അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് കാരണം ദൈവം നോക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എന്ത് നോക്കിയിട്ട് അനുഗ്രഹം കിട്ടും? നമ്മുടെ വിചാരം പ്രാർത്ഥനയുടെ നീണ്ട വണ്ണം തൂക്കം ഒക്കെ നോക്കിയിട്ടാണ് അനുഗ്രഹം കിട്ടാന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അതിനൊക്കെ വിലയുണ്ട്, വലിയ വിലയുണ്ട്, വളരെ വലിയ വിലയുണ്ട്. പക്ഷെ 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഈ പറഞ്ഞൊന്നല്ല. ഒരു വ്യക്തിയുടെ എന്ത് നോക്കിയിട്ട് ദൈവം അനുഗ്രഹം അത് ഇവിടെ അപ്പം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലൂടെ നമ്മുടെ പിതാവ് സംസാരം ജർമ്മയായുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 9-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കി. ജർമ്മയ 17:9 നിങ്ങൾ പഠിപ്പിക്കുന്നു, ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതാണല്ലോ, ശോചനവിൽ ദുഷിച്ചതാണ്, അതിന് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നിങ്ങൾ ആരുടെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് എനിക്കറിയാൻ പറ്റുമോ? ദർശനമുള്ള ആളായോട് കുറച്ചൊക്കെ അറിയാൻ പറ്റും കേട്ടോ. നോർമൽ കേസ് പറ്റില്ല. ഓക്കെ, എൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടറിയുന്ന ഒരാളുണ്ട്. വായിച്ചോ, കർത്താവായി വായിച്ച എല്ലാവരും ഇല്ലേ? അവിടെ വന്നിട്ടല്ലോ. കർത്താവ് ഞാൻ ഹൃദയത്തെ പരിശോധിക്കും, മനുഷ്യനെ ഓരോ മനുഷ്യനും അവന് 10-ാം വാക്യം പറയണേ, ഓരോ മനുഷ്യനും അവന് ഏത് രീതിക്കും ഹൃദയാവസ്ഥയ്ക്ക് അനുസരിച്ച് തക്ക പ്രതിഫലം ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം ദൈവമക്കളെ. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവമായതുകൊണ്ട് നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം. കുറച്ചുകൂടി പ്ലസ് ആയിട്ട് പറഞ്ഞാൽ പിതാവ് ദൈവത്തെക്കാളും പുത്രനാദി കൂടുതൽ നമ്മൾ ആരാധിക്കണം. കാരണം ഇപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ആരാണ് എന്ന് ആര് പഠിപ്പിച്ചു? ഈശോ. ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോണ ബൈബിൾ എവിടെയാണ് പരിശുദ്ധാത്മാവിനെ ആദ്യമായി കാണുന്നത്? ബൈബിളിലെ ആരംഭം തൊട്ട് ബൈബിൾ ഉടനീളം അവസാനം വരെ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ അധ്യായമാണ് പുസ്തകമാണ് ഉൽപ്പത്തി. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച എല്ലാവരും. അവിടെയാണ് നമ്മുടെ ബൈബിളിലെ ബൈബിൾ ആരംഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ്. അവസാന ബൈബിൾ പരിശുദ്ധാത്മാവ് കാണുന്നത് എവിടെയാണ്? ബൈബിൾ അവസാനം വെളിപാട്, അതിന് അവസാനം 22 അതിന്റെ അവസാനമായി 2-3 വാക്യങ്ങൾ ബൈബിളിൽ തീർന്നു. അതിന്റെ 17-ാം വാക്യം ഉറക്കെ വായിച്ച എല്ലാവരും. സൗജന്യമാണ്. ഇനി അടുത്തായിട്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോണത് എപ്പോഴൊക്കെയാണ് ഈ പരിശുദ്ധാത്മ ഒരു വ്യക്തിയിൽ നിന്നറിയാം. പ്രധാനമായും ബൈബിൾ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ 6 മേഖലയിൽ പരിശുദ്ധാത്മ അറിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതൊക്കെയാണ് 6 മേഖല? 1-ാമത്തെ മേഖലയാണ് എല്ലാ കുദാശകളിലും നമ്മൾ ആരെന്നറിയുന്നു. അതുകൊണ്ട് അടിക്കടി നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ പറഞ്ഞാലോ എല്ലാവർക്കും പറഞ്ഞാൽ അടിക്കടി നമ്മൾ എന്ത് ചെയ്യണം? അത് കുംസാരം, കുർബാന, ബൈബിൾ പാരായണ, കുദാശയുടെ വേറെ രൂപമാണ് കേട്ടോ. നമ്മുടെ കുടുംബീയത്തിലെ രൂപമാണ്. നമ്മൾ അടിക്കടി മാക്സിമം ഉച്ചദേശം ഞാനത്തേക്ക് 2 നേരം സംസാരിച്ചിരുന്ന പറയണേ. അതുകൊണ്ട് 100% പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ നമ്മൾ അടിക്കടി എല്ലാ കുദാശയിലും പരിശുദ്ധാത്മ നമുക്ക് വരുന്നതെന്നാണ് കാണുന്നത്. ബൈബിളിൽ കാണുന്നുണ്ട്, സഭയിൽ കാണുന്നുണ്ട്. 2ാമതാണ് കർത്താവിന്റെ അഭിഷിക്തന്മാരുടെ കൈവെപ്പിലൂടെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ബൈബിളില് അനന്യാസ് നമ്മുടെ സ്റ്റാൻലി ബ്രദറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ പോലെ കർത്താവിന്റെ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം കൈവച്ചപ്പോഴാണ് ആരിൽ പരിശുദ്ധാത്മ പറഞ്ഞത്? പൗലോസിൽ. പറഞ്ഞ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ദമസ്കസിലേക്ക് അധികാരപത്രമായിട്ട് പോയത്. അനന്യാസിന്റെ കൈവെപ്പ് വെച്ച് പരിശുദ്ധാത്മ കിട്ടിയപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ജീവൻ ബലിയർപ്പിക്കുന്നവരായി മാറി അല്ലേ? അത് എല്ലാ കർത്താവിന്റെ ശുശ്രൂഷകളാകട്ടെ അല്ലെങ്കിൽ അഭിഷിക്തന്മാരുടെ കൈവെപ്പിലൂടെ ഒക്കെ നമുക്ക് എന്ത് കിട്ടും?
പരിശുദ്ധാത്മ ലഭിക്കും. ജീവിക്കുന്നവർ കുറച്ച് വിശുദ്ധരായിരിക്കണം മാത്രം. ചില പാപാവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു പ്രയാസമുണ്ട്. ഇപ്പൊ രണ്ടാമതാണ് ദൈവമക്കളെ, യേശുവിനെ കർത്താവായി ഏറ്റു പറയുമ്പോൾ പറഞ്ഞാൽ അവർ മൂന്നാമത് കർത്താവായിട്ട്. അപ്പൊ നമ്മളെപ്പോഴും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരയ്ക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഭക്ഷണം കഴിയുമ്പോൾ ഏത് സമയത്തും യേശു എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നവരോ അതിന് ദണ്ഡമോചനുണ്ട്. എന്തുണ്ട്? നമ്മള് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം പറഞ്ഞു തോന്നുന്നു, നമ്മൾ ചെയ്യുന്ന കുറെ പാപങ്ങൾക്ക് കാര്യശിക്ഷയില്ല. കാര്യശിക്ഷ, ഈ കാര്യശിക്ഷ 3 തരത്തിലാണ് നമ്മിൽ നിന്ന് മോചനം പ്രാപിക്കുക. അതൊക്കെയാണ്: ഒന്നിൽ സുദീർണസ്ഥലം, അത് ഭയാനകമാണ്; രണ്ടാമത് ജഡത്തിൽ തീതാനും പച്ചപിടിക്കാത്ത അവസ്ഥ, പരാജയങ്ങൾ. ഇത് രണ്ടില്ലാണ്ടുള്ള ഒരു എളുപ്പമാർഗമാണ് ദണ്ഡവിമോചനപ്പെടും. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദണ്ഡമോചനമുണ്ട്. പറയണ എനിക്കും ദണ്ഡമോചനമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനൊക്കെ അതൊക്കെ വാലിഡ് ആണെങ്കിൽ ചെയ്യുന്ന നമുക്ക് 4 പ്രീ ക്വാളിഫിക്കേഷൻ വേണം. ഏതാ 4 ക്വാളിഫിക്കേഷൻ? നമ്മൾ കത്തോലിക്കരായിരിക്കണം. പറഞ്ഞാൽ അവരും 24 രീതിപ്പെട്ട ഏതെങ്കിലും രീതിയിലായാലും മതി. 3 രീതിയാലും തീരുള്ളൂ. ഏതൊക്കെയാണ്? സീറോ മലബാർ, സീറോ മലങ്കര, ലക്ഷ്യം. ഇതിലേതെങ്കിലും ഒന്നായാൽ മതി. രണ്ടാമതാണ്, നമ്മൾ കുദാശകൾ ഉൾക്കൊള്ളാൻ അനുവാദമുള്ള വ്യക്തിയായിരിക്കണം. അതിനെ പറയാം പ്രസാദവർ എന്ന് പറയും സഭയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഷയിൽ പ്രാക്ടീസിങ് കാത്തലിക്സ് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ഒരാള് രജിസ്റ്റർ മാരേജ് നടത്തിയ വ്യക്തിയാണ് നിൽക്കുക, നിങ്ങൾക്ക് ആർക്ക് കുദാശകൾ ഉൾക്കൊള്ളാൻ അനുവാദമില്ല. യു ആർ ബാൻഡ് ക്രിസ്ത്യൻ. ഒരു കുദാശ അങ്ങനെയുള്ളവര് ദണ്ഡമോചനം കോടതി ചെയ്താലും ദണ്ഡമോചനം കിട്ടില്ല. മാത്രമല്ല, നിങ്ങളുടെ സന്താനങ്ങൾ ഒരു അനുഗ്രഹമുള്ളതായി മാറില്ല. കാരണം നമുക്കൊക്കെ ഏറ്റവും ആദ്യം അനുഗ്രഹം കിട്ടുന്നപ്പോഴാണ്. നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാതാപിതാക്കന്മാരെ വിവാഹം നടക്കില്ലേ, ആ സമയത്ത് നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മാതാവ് എന്തെങ്കിലും വിവാഹത്തിന് പോകുമ്പോൾ അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥന, കർത്താവേ ഇവർക്കുണ്ടാകുന്ന എല്ലാ സന്തതികളും നമ്മുടെ ആത്മാവ് നിറച്ച് അനുഗ്രഹിക്കണമേ. അതായത് നമ്മുടെ അപ്പന്റെ അമ്മയുടെ കല്യാണ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു രജിസ്റ്റർ നടത്തിയ ഈ ബ്ലെസ്സിങ് ഉണ്ടാവോ? നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നമ്മളറിയാണ്ട് നമ്മുടെ ജന്മത്താൽ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാര് കുദാശിയോടെ വിവാഹം സ്വീകരിച്ചതിനാൽ നമ്മൾ അനുഗ്രഹങ്ങളുടെ നിറവുള്ളവരാണ്. അത് നഷ്ടപ്പെടാണ്. അതിനെ പറയും പ്രസാദം. മൂന്നാമത്താണ്, ആ പക്ഷികളുടെ പരിശുപിതാവിന്റെ, അതായത് മാർപ്പാവിടെ അല്ലെങ്കിൽ തിരുസഭയുടെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ തീർച്ചയാണ് നമ്മൾ ചെല്ലിയത്. മൂന്നാമതാണ് 3 ആഴ്ചക്കുള്ള ഈ 4 പ്രീ ക്വാളിഫിക്കേഷൻ ചെയ്താലേ ദണ്ഡമോചനം വാലിഡ് ആവുള്ളൂ. അതിനെ വാലിഡ് ആവില്ല, ലാസായിപ്പോ. ഇത് സഭയുടെ കാനൂന്യ നിയമമാണ്. അത് ഞാൻ സഭയുടെ ആധികാരിക നിയമമാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ദൈവമക്കളെ, എല്ലാ കുദാശകൾ ഉൾക്കൊള്ളുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ, യേശുവിനെ കർത്താവായി ഏറ്റു പറയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മ ലഭിക്കുന്നു. മൂന്നാമതാണ്, പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുമ്പോൾ. അവർക്ക് പറഞ്ഞ എല്ലാവരും അതാണ് കുമ്പസാരത്തിൽ പ്രധാനമായി നമ്മൾ ചെയ്യുന്നത്. പാപാവസ്ഥയിലെ പരിശുദ്ധാത്മ നമ്മളിലേക്ക് വരില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ വസിക്കാൻ ഒരു അയോഗ്യമായ അവസ്ഥയുള്ളൂ. അത് നമ്മുടെ പഠിപ്പോ കുടുംബമോ ഇമയോ കുലമയോ സമ്പത്തോ സൗന്ദര്യം ഒന്നുമല്ല, അശുദ്ധി മാത്രമേ. എന്താ പറഞ്ഞേ? വേറെ ഒന്നും പരിശുദ്ധാത്മാവിനെ വസിക്കാൻ നമ്മൾ അയോഗ്യമാകുന്ന അവസ്ഥയില്ല, അശുദ്ധി മാത്രം. അശുദ്ധി എന്ന് പറഞ്ഞാൽ പാപം. അപ്പൊ നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ 100% നോക്കുക. ജീവിത നട്ടോടെ പാപം ചെയ്താൽ ഉടനെ കുമ്പസാരത്തിലൂടെ ദൈവമായിട്ട് എന്ത് പ്രാപിക്കാം? അത്ര വേണ്ടു. അല്ലാണ്ട് പാപം ചെയ്ത് ഇനി എന്നേക്കുമായി തകർന്നല്ലോ, അതല്ല നമ്മുടെ കർത്താവ്. നീ എത്രമാത്രം വീണാലും നമ്മൾ രക്ഷിക്കണം എന്നുള്ള വലിയ ദാഹത്തോടെയാണ് ഈശോ ഓരോ കുദാശകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കുക, പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കും കിട്ടുന്നു. മൂന്നാമതാണ്, ദാഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ. പറഞ്ഞെല്ലാവരും ദാഹിച്ചു പ്രാർത്ഥിക്കണം. ലൂക്ക 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് നോക്കിയാൽ അവിടെ കർത്താവ് പറയാണ് ദാഹിച്ച് പ്രാർത്ഥിക്കാന്നാണ്. പ്രാർത്ഥന എന്നാണ് ദൈവമായിട്ടുള്ള സംസാരമാണല്ലോ. അവിടെ കർത്താവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ലൂക്ക 11:13 വായിച്ചേ. 11:13 തലതിരിച്ച് വായിച്ച എല്ലാവരും വായിച്ചേ. അപ്പൊ പരിശുദ്ധാത്മ ദാഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ കുടുംബ പ്രാർത്ഥനയിലാവട്ടെ, അല്ലെങ്കിൽ ആത്മ എല്ലാ ഇതുപോലെ കൂട്ടായ്മയൊക്കെ പരിശുദ്ധാത്മ നിറവേറാൻ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥകളാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലുള്ള കൂട്ടായ്മയ്ക്ക് 2 മണിക്കൂറിലുള്ള 2 എത്രയാ 1.5 നെക്സ്റ്റ് 2 മണിക്കൂർ അത് മാറ്റിവെക്കുക. അതൊക്കെ നമുക്ക് ഈ ലോകം വിട്ടുപോകണം. നമ്മള് ഇവിടെ പരദേശികളും കൂടാരവാസികളാണ്. നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളൂ. നമ്മൾ ഈ ലോകത്ത് ചെയ്തെല്ലോ ഞാൻ ഒരു മിനിറ്റ് അതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരിടേണ്ട എന്താ പറയുക? നിങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞ തനത് ന്യായ വിധി. പറഞ്ഞെല്ലാവരും സഭയുടെ ആധികാരികമായ പഠനമാണ്. ചിലപ്പോൾ ധ്യാനഗുരുക്കന്മാരും മാത്രം പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഞാൻ കുറെ വർഷം ഈ സഭയുടെ കാനൂന്യ നിയമം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ തനത് ന്യായ വിധി എങ്ങനെയായിരിക്കും? നമ്മുടെ ഡെഡ് ബോഡി അടക്കിയിട്ടുണ്ടാവില്ല.
നമ്മുടെ പ്രിയപ്പെട്ടവർ ചെന്ന് കരയുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്തിനാ അവൻ കരയണേ, നമ്മുടെ സുഖമായിട്ട് കടത്താനും വരുന്നുണ്ടല്ലോ. ഈ തനതിനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലോകത്തിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളോട് വരുന്ന കർത്താവ് പറയണേ. വായിച്ചു വേണമെങ്കിൽ അവിടെ എല്ലാം ക്ലാസ്സിൽ പുറത്തു പോയി 2 മിനിറ്റ് പുറത്തു പോയി. സഭാപ്രസിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തില് ഒരു മനുഷ്യന്റെ ഈ ലോകത്തിന്റെ കൺക്ലൂഷൻ, ജീവിതത്തിന്റെ കൺക്ലൂഷൻ എന്താന്ന് ചെറുവനായ ഞാനല്ല വലിയവനായ അപ്പം പറഞ്ഞിട്ടുണ്ട്. ബൈബിളോട് എന്നോട് അപ്പം സംസാരിക്കുക. സഭ 12:13 അവിടെ ഇങ്ങനെയാണ്, പരിസമാപ്തി ഇതാണ്. എല്ലാവരും എന്നോട് ചേർന്ന് വായിച്ചോ. എല്ലാം നാം കേട്ട് കഴിഞ്ഞാൽ ദൈവഭയമുള്ളവനായിരിക്കുക. അവിടുത്തെ കൽപ്പന 14-ാം വാക്യം എടുക്കുക. അവിടുത്തെ കൽപ്പന മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം തന്നെ. അടുത്ത വാക്ക് ഗൗരവമാണ്, നല്ലതോ ചീത്തയായ ഏത് കൂടെ പ്രവർത്തിയും ദൈവം അതാണ് തന്നിരി. ഇനി എന്തിനാ നമ്മൾ എല്ലാ ചെയ്തികളും അവിടെ കൊണ്ടുവരണേ? അതിനെക്കുറിച്ച് പരിശുദ്ധാത്മ പറയുന്നത് 2 കൊരിന്ത്യർ 5:10 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെയാണ് പഠിപ്പിക്കുക. എല്ലാവരും എന്നോട് ചേർന്ന് ഉറക്കെ വായിച്ചേൻ. എന്തുകൊണ്ടെന്നാൽ നാം ഓരോരുത്തരും ശാരീരിക ചെയ്ത നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തെങ്കിൽ നമ്മളെല്ലാം ഈ പറയണ ഞാനും നിങ്ങളൊരാളായിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കും ബാധകമാണ്. ഒരാൾക്കും ഒഴിവില്ല. ഈ പറയണ ഞാനാട്ടെ, അച്ഛനാട്ടെ, കന്യാസിയാട്ടെ, മാർപ്പാപ്പയാട്ടെ, എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് ഏതിലും വരും. അതുകൊണ്ടാണ് റോമാക്കാർ ലേഖനം 2-6 വാക്യം അവിടെ പറയാണ് ഈ ലോകത്തിൽ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം. വായിച്ച റോമ 2:6 വാക്യം അവർക്ക് വായിച്ചേ. എല്ലാ നമ്മുടെ അവിടെ നമ്മളൊരു വാക്ക് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ മകൻ അച്ഛനാണ്, അല്ലെ പെങ്ങള് മോള് കന്യാസിയാന്ന് നിൽക്കുക. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ നിനക്ക് അതിന്റെ ഗുണം കിട്ടും. തനത് ന്യായവിധി സമയത്ത് ഒന്നുമില്ല, താങ്കളുടെ പ്രവൃത്തി പറഞ്ഞ എല്ലാവരും ഈ തനത് ന്യായവിധി കഴിഞ്ഞ് നമ്മൾ സ്തുതിയാനസ്ഥലത്തിൽ കുറെ നാൾ കിടന്നൊക്കെ സ്വർഗത്തിൽ കയറുള്ളൂ വിചാരിക്കാം. ഒരു 1000 വർഷം അല്ലെ 10000 വർഷം. ആ സമയത്തും നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനക്ക് ഉപകരിക്കും, ഈ ലോകത്തിന് ഉപകരിക്കും. പക്ഷെ തനത് ന്യായ സമയത്ത് നമ്മുടെ ചെയ്തികൾ മാത്രമേ നമുക്ക് ഉപകരിക്കുള്ളൂ. ചെറുവിനായ ഞാനല്ല വലിയവനായ പരിശുദ്ധാത്മ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വെളിപാട് 22:12 വാക്യം എങ്ങനെയാണ്? ഇതാ എല്ലാവരും ചേർന്ന് വായിച്ചോ. വെളിപാട് 12:24 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനം ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരുടെ പ്രവൃത്തി അവിടെ അപ്പന്റെ മകന്റെ പുണ്യോ ഇപ്പൊ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ മോനോട് വായ കഷ്ടപ്പെടുക കർത്താവേ, അമ്മ മാർത്തടിക്കുമ്പോൾ അതിന്റെ പുണ്യം നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇവിടെ തനത് ന്യായവിധി കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിലപ്പോൾ സ്തുതിയാസനത്തിലൂടെയാണ് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. അവിടെ ഉപകാരപ്പെടും. പക്ഷേ ആ സമയത്ത് നമ്മുടെ മാത്രം പ്രവൃത്തി വരുന്നതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ തന്നെ. അതുകൊണ്ടാണ് ദൈവമക്കളെ ഇനി ഈ തനത് ന്യായവിധി എത്രമാത്രം ഭയാനകമായിരിക്കുന്ന നമ്മുടെ കർത്താവ് പറയുന്നത് എങ്ങുണ്ട് ബൈബിളില്? ജ്ഞാനം 4:20 ജ്ഞാനം 4:20 എങ്ങനെ പറയാം? വളരെ തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ മുട്ടുപറയ്ക്കുന്ന പറയണേ. നമ്മൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ പാപം ഞാൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പാപം ഭയച്ച് നാടൻ ഭാഷ മുട്ടുപറയ്ക്കും. മുട്ടുപറയ്ക്കാൻ കാരണം അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി നമ്മൾ ഓരോ പാപങ്ങൾ നമ്മൾ വിചാരിക്കും ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല. ഒരു ഭാവൻ നിങ്ങളുടെ ബെഡ്റൂം ഒന്ന് ഭാവനെ കാണും, വാതിൽ കുട്ടിയടച്ചു, ജനൽ കുട്ടിയടിച്ചു, ലൈറ്റ് ആരും അറിയാതെ ഒരു പാവം ചെയ്തു. ഭാര്യ കണ്ടിട്ടില്ല, ഭർത്താവ് കണ്ടിട്ടില്ല, മാതാപിതാക്കന്മാര് ആരും കാണാതെ ഒരു പാവം ചെയ്തു. ഈ തനതിനായ സമയത്ത് നമ്മുടെ പാപത്തിന്റെ കണക്ക് പറയാൻ ആരെ വരാന്നറിയും നിങ്ങൾക്ക്? ഹബൂക്ക് എന്നൊരു പുസ്തകമായി. ഹബൂക്ക് 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മുടെ ബെഡ്റൂമിലൂടെ പാവം ചെയ്ത ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അവിടെ പറയാണ് ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ച് പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം. ആ ബെഡ്റൂമിന്റെ ചുമര് കർത്താവ് ഇന്ന പാപം ചെയ്ത് ഞങ്ങൾ കണ്ടുട്ടോ. ഇവിടെ കർത്താവെ ചുമര് ഞങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് ഒരു അവിഹിത ബന്ധമുണ്ടായി, 5-6 വർഷം ബന്ധപ്പെട്ട് ഒരു ഗർഭമുണ്ടായി, ആരും അറിയാണ്ട് അബോർഷൻ ചെയ്തു. നല്ല വിശുദ്ധനായ ഭർത്താവ് വിശുദ്ധയായ ഭാര്യയായിട്ട് ജീവിക്കാന്ന് വെക്കുക. അങ്ങനെ മരിച്ചു. തന്നതിനായ സമയത്ത് നമ്മുടെ ആ പാപത്തിന്റെ കണക്ക് പറയാൻ ആരും വരാന്നറിയാം നിങ്ങൾക്ക്? എല്ലാം കൊച്ചുകുട്ടികളൊക്കെ മനസ്സിലാവുന്ന പോലെ നമ്മുടെ അപ്പം ബൈബിളിലൂടെ പറയണേ. ജ്ഞാനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയേ. ജ്ഞാനം 4 ആരെങ്ങനെ പഠിപ്പിക്കുന്നു? അതെ, ദൈവം വിചാരണ നടത്തുമ്പോൾ, അതാണ് തന്റെ ന്യായവിധി, ദൈവവിചാരണ അഭിഹിതമായ വേക്ഷയുള്ള സംഭാവനകൾ മാതാപിതാക്കന്മാരുടെ തിന്മയുടെ അത്രയും ഭയാനകമാണ്. അപ്പൊ അതുകൊണ്ട് ധാരാളം നമ്മൾ ചെയ്തുപോലെ കൂട്ടായ്മകൾ കൂടുക, അവർക്ക് ബോധ്യങ്ങൾ കേൾക്കും. നമ്മൾ ഈ ബോധ്യങ്ങളാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. വിശ്വാസമാണ് നമ്മൾ അനുഗ്രഹമാക്കി മാറ്റുന്നത്. അത് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മ പറയുന്നത്. എവിടെയാ?
റോമാക്കാരിലെ 10-ാം അധ്യായം എടുത്തേ, 10-ന്റെ 17-ാം വാക്യം വായിച്ചേ. അവിടെ പറയാണ് കേൾവിയിൽ നിന്ന് എന്ത് സംഭവം. വായിച്ചോ. ഒരു വാക്യം കൂടി ഉണ്ട് അല്ലേ? ഒന്നില്ലല്ലോ മുഴുവൻ ഞാൻ പറഞ്ഞ ഉദ്ദേശം ഒന്നില്ലല്ലോ. 16 വായിച്ചു. 16, 17 ഒന്നുകൂടി 16, 18 കൂടി എഴുതിക്കോ. ഓക്കെ. വിശ്വാസി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിശ്വാസി കഴിവിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ കൂട്ടായ്മ കൂടുമ്പോഴാണ് വിശ്വാസം. എല്ലാ അനുഗ്രഹം വരുന്നതിലൂടെയാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു വിശ്വാസത്തിലൂടെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. പിതാശകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ അടുത്തായിട്ട് 6ാമത്തെ പോയിന്റാണ് പരിശുദ്ധാത്മാവിന്റെ ദാസരായി മാറുമ്പോൾ. എന്തായി മാറുമ്പോഴാണ് ഇനി നമ്മുടെ ബൈബിളില് ഞാൻ ഈ മോഡൽ പറഞ്ഞ 6 മേഖല, അത് ബൈബിളിലുള്ള ഓരോ എവിഡൻസ് ആണ് നമ്മൾ വായിക്കാൻ പോണേ. എല്ലാവരും വായിച്ചോ. 1 കൊരിന്ത്യസ്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്. അടുത്ത പോയിന്റ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരുപാട് ഇപ്പൊ ഈ കാലത്തിൽ കുറച്ച് കുറവുണ്ട്. ഞാനൊക്കെ 80-ലോട് വന്ന ആദ്യ കാലത്ത് നവീകരണത്തിൽ ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ വരുമ്പോൾ നോൺ കാത്തലിക്സ് ആയി പെന്തക്കോസ്തുകാരൊക്കെ ഞങ്ങളെ ഇങ്ങനെ കളിയാക്കുന്ന തോണ്ടുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ടോ? ഭാഷാവനം കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴും അന്ന് ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയില്ല. പക്ഷെ ഇപ്പൊ പറയാൻ മറുപടി, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? അതിന് പരിശുദ്ധാത്മ തന്നെ പറയണ മറുപടിയാണ്. ഇത് വളരെ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണ്ട. ആര് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എന്നിൽ പരിശുദ്ധാത്മ ഉണ്ട്. അതിന്റെ ആധികാരികമായിട്ട് എവിഡൻസ് അതിനെ കുറിച്ച് പരിശുദ്ധാത്മ പറയുന്ന എവിഡൻസ് ആണ് 1 കൊരിന്ത്യസ് 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവർക്ക് വായിച്ചോ? എല്ലാവരും വായിച്ചോ? അപ്പൊ അവിടെ ഈ ചെറിയവനായ ഞാനല്ല, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബോധ്യം തരാണ്. എന്നിലോ നിന്നിലോ പരിശുദ്ധാത്മാവിന്റെ ഒരടയാളമാണ്. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിന്റെ കർത്താവാണെന്ന് ഉള്ളി തട്ടി പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഒരാളുടെ സ്വരം കേട്ടുള്ള പരിശുദ്ധാത്മാവ് യേശുവിന്റെ കർത്താവാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ അവർക്ക് പറഞ്ഞേ. ഹൃദയത്തിൽ വെച്ച് പലതുകാർ ഉയർത്തി പറഞ്ഞേ യേശുവിന്റെ കർത്താവാകുന്നു. അവർക്ക് പറഞ്ഞോ? ഒന്നുകൂടെ അവർക്ക് പറഞ്ഞേ. വിശ്വാസപൂർവ്വം പറഞ്ഞേ. ബോധ്യപൂർവ്വം പറഞ്ഞേ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയെങ്കിൽ നമ്മൾ ആരുണ്ട് എന്ന് ആര് പഠിപ്പിച്ചോ? ഇത് എപ്പോഴും നിങ്ങൾ ഇനി അടുത്തൊരു ഇതാണ് നിങ്ങൾ ഏറ്റു പറയേണ്ട. യേശു ഒട്ടയാണ്, ശപിക്കപ്പെട്ടവരാണെന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. പറ്റുമോ? ഇല്ല, നമുക്ക് ആർക്കും പറ്റില്ല. എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. ഈ 2 അടയാളമാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവുള്ളതിന്റെ പ്രധാന അടയാളമായിട്ട് യേശു പരിശുദ്ധാത്മ പറഞ്ഞു. ഒന്നുകൂടെ അവർക്ക് വായിച്ചേ. 1 കൊരിന്ത്യസ് 12:3 അവർക്ക് വായിച്ചോ? ഇനി അടുത്തായിട്ട് നമ്മുടെ കുദാശയിലൂടെ എന്തൊക്കെയാ കിട്ടുന്നത് അതിനെ കുറിച്ച് 2 പത്രോസിന്റെ 38, 19, 40 അവർക്ക് വായിച്ചേ. എല്ലാവരും ഒരുമിച്ച് വായിച്ചോ? അപ്പൊ മാമോദിസ തൊട്ട് സംസാരം കുർബാന എല്ലാ കുദാശയിലൂടെ നമ്മളിലേക്ക് ആര് വരുന്നുണ്ട്? ഇത് കർത്താവിലേക്ക് വരുന്ന എല്ലാവർക്കും അവിടെ സെപ്പറേഷൻ ഒന്നുമില്ല. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും ഇത് ഒരു സർക്കം നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അരികിലേക്ക് വിളിച്ച. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഒരു അവകാശമാണ്. പരിശുദ്ധാത്മ നമ്മുടെ ഈശ്വര കർത്താവായി സ്വീകരിച്ചതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ് പരിശുദ്ധാത്മാവ് എന്നല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. കാരണം എനിക്ക് എന്റെ കർത്താവിനെ എന്റെ രക്ഷിതാവായിട്ട് ഏറ്റു പറയാൻ പറ്റുന്നുണ്ട്. എന്റെ യേശു ഒരിക്കലും പൊട്ടയല്ല, ഞാൻ ചില പൊട്ടയായിരിക്കും. എന്റെ കർത്താവ് മരമരിച്ചതാണ് എന്നെനിക്ക് ഉള്ളിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. മാമോദിസ എല്ലാ കുദാശയിലും ഓരോ ദിവസം ഞാൻ കുദാശകൾ കുർബാന ഒരു പാർഷ്യലി കുംസാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. കാരണം എല്ലാ കുർബാനയും നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. ഏറ്റു പറയുമ്പോഴൊക്കെ എന്നിൽ ആരും നിറയുന്നുണ്ട്. അടുത്തായിട്ട് പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് ലൂക്ക 1:38 അവർക്ക് വായിച്ചോ? മറിയം പറഞ്ഞു. അപ്പൊ നമ്മള് എത്രമാത്രം എളിമപ്പെടുന്നോ അത്രമാത്രം ആര് പറയും നമ്മളില്
പരിശുദ്ധാത്മാവിന് ആവശ്യമായ ഒരു അമൂല്യമായ സ്വഭാവ സവിശേഷതയാണ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. പറഞ്ഞാൽ അവരും എത്രമാത്രം എളിമപ്പെട്ട് അത്രമാത്രം ഇത് കിട്ടും. മറിയത്തിൽ എപ്പോഴും പരിശുദ്ധാത്മ പറഞ്ഞത് ഇതാ ദാസി എന്ന് പറഞ്ഞപ്പോഴാണ്. ഉടനെ മറിയത്തിൽ ആര് നിറഞ്ഞോ അല്ലേ? മറിയത്തിന് മാത്രം പ്രശ്നം ഉണ്ടായി. നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മ പറഞ്ഞത്. മറിയത്തിന് മാത്രം ഹൃദയത്തിൽ, പിന്നെ എവിടെ നിറഞ്ഞു? നമ്മുടെ ലോകത്തിന്റെ ഭാഷ പറഞ്ഞ മറിയം പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ പറഞ്ഞേ ഗർഭം ധരിച്ചു. ഉടനെ പള്ളിയിൽ കുറച്ച് വലിയ അമൂല്യമായ കുറച്ച് പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ ഗർഭിണിയായ മറിയത്തിന് ലൂക്ക 1:39 ലീവിലില്ല, 2 മിനിറ്റ് അവിടെ പോകണം നമുക്ക്. ലൂക്ക 1:39 മറിയം ചെയ്ത അടുത്ത പരിപാടി ഇങ്ങനെയാണ് എഴുതിച്ച്: ആ ദിവസങ്ങളിൽ മറിയം യൂദായിലുള്ള മലമ്പ്രദേശ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ, ഒന്നുകൂടെ പറഞ്ഞ തിടുക്കത്തിൽ, നമ്മുടെ ഭാര്യമാര് ഗർഭിണികൾ അയാൾ തിടുക്കത്തിൽ ഒരു യാത്ര പുറപ്പെടും. എവിടേക്കാ? ഡോക്ടറെ കാണാനാണോ പോയത്? പിന്നെ എന്തിനാ പോയത്? ഇളമയെ ശുശ്രൂഷിക്കണം. ഈ മാലാഖയില് 27 തൊട്ട് വർത്താനം തുടങ്ങിയല്ലോ. സംസാരത്തിൽ ഇളയമ ഗർഭിണിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇത് ഈ തന്റെ മാലാരിഷ താങ്ങാനൊന്നും കപ്പാസിറ്റി ഇല്ല. 14 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. മകളെ അത് 16 വയസ്സ് കഴിഞ്ഞു. അതിനൊന്നും പറ്റില്ല. അതിന് 6 മാസമായി മാല പറഞ്ഞ് അതിനെ ശുശ്രൂഷിക്കാനാണ് പോണേ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഗർഭിണിയാന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് ഒരു പോക്ക് പോകും. പോയി കഴിഞ്ഞ ഒരു വരവുണ്ട്. അതൊരു 1.5 വരവാണ്. വന്നിട്ട് ഒറ്റ കിടപ്പാ. ഇവിടെ എന്തി പറ്റിയ ഡോക്ടർ? ഡോക്ടർ എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിരിക്കണേ. നിങ്ങൾ ഓർഡക്സ് കലക്കി കൊണ്ടുവന്നേ. അയ്യോ ക്ലാസ് കഴിഞ്ഞിട്ട് പിടിക്കാൻ പാടില്ല, ഒഴിച്ചത് കെട്ടിയുണ്ടായി പോയില്ലേ. ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കാനാണ് പോയത്. ഉണ്ടല്ലോ, എല്ലാ കന്യാസ്ത്രീകളാണെന്ന് തോന്നണേ. ഉണ്ടോ ദൈവമക്കളെ? ബെഡ് റെസ്റ്റ് എടുക്കാനാണ് പോയത്. പിന്നെ എന്തിനാ പോയത്? ശുശ്രൂഷിക്കാൻ. പറഞ്ഞെല്ലാവരും ഉടനെ ലൂക്ക 1:40 ചെന്ന് ആ ദിവസങ്ങളിൽ മറിയം സക്കരായുടെ യൂദായിലുള്ള മലമ്പ്രദേശത്തിലെ പട്ടണത്തിൽ ചെന്ന് സക്കരായുടെ വാണിൽ പ്രവേശിച്ച എലിസബത്തിനെ, ഇപ്പൊ നമ്മുടെ കരിച്ചുമാറ്റിയുടെ ഭാഷ പറഞ്ഞ പ്രൈസറോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വെള്ളക്കാരന്റെ ഭാഷ പറഞ്ഞ ഗുഡ് മോർണിംഗ് ഇളയമേ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടാവും. അഭിവാദം ചെയ്തു. ഉടനെ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കാൻ. മറിയത്തിന്റെ വായിക്ക് അഭിവാദനം കേട്ടപ്പോൾ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. ദുഃഖമുണ്ടാവും അല്ലേ? പിന്നെന്തുകൊണ്ടാണ്? അടുത്ത വാക്ക് വളരെ അമൂല്യമാണ്. എലിസബത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായി. പറഞ്ഞെല്ലാവരും. അപ്പൊ എപ്പോഴാ പരിശുദ്ധാത്മാവ് എലിസബത്ത് പരിശുദ്ധം നിറഞ്ഞത്? മറിയത്തിന്റെ. അപ്പൊ ഇതേ മറിയത്തിന്റെ അഭിമാനം നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മ അറിയോ? എന്താ മാർഗം? ലളിതം, വളരെ ലളിതം. എനിക്ക് ഇവിടെ ഈ സഹോദരിയുടെ ഒന്ന് വിളിച്ചല്ലേ? അതെ, തെറ്റില്ല. 10,000 വട്ടം. എന്നാലും ദൈവമക്കളെ, എനിക്ക് ഇദ്ദേഹത്തിനൊരു ഒരു അഭിവാദനം കിട്ടണം. ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ നിങ്ങൾ നോക്കിയൊരു അഭിവാദനം ചെയ്താൽ മതി അല്ലേ? സംസ്കാരം ഉണ്ടെങ്കിൽ തിരിച്ച് പ്രൈസലോട്ട് എന്ന് പറയും. സംസ്കാരം ഇല്ലെങ്കിൽ മുറിപ്പിച്ചു. എന്തായാലും നല്ല സംസ്കാരമുള്ള ആളായിട്ട് പ്രത്യേക അഭിവാദനം ചെയ്യാം. അപ്പൊ ഇദ്ദേഹത്തെക്കാളും 10,000 കോടി സവിശേഷതയുള്ള വ്യക്തിയാണ് പരിശീലനം, ഞാൻ പറയും അല്ലേ? അപ്പൊ മറിയത്തിന്റെ അഭിവാദനം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? മറിയത്ത് നോക്കി അങ്ങോട്ടൊരു അല്ലേ? നമ്മളെല്ലാ ദിവസവും 10-11 പ്രാവശ്യം മിനിമം അഭിവാദനം ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ ചെയ്യുന്നുണ്ട്. മിനിമം ഇല്ലേ? കുടുംബപ്രാർത്ഥനയില്ലേ? ജപമാലയില്ലേ? ഓരോ നന്മ നിറഞ്ഞ വിശ്വസ്തി എന്നുള്ള അഭിമാനമല്ലേ? പിന്നെ എന്താ പരിശുദ്ധാന്ന് പറയാഞ്ഞേ? ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി കുണുകുണെന്ന് പറഞ്ഞു. മറുപടി പറയോ? ഞാൻ ഗുഡ് മോർണിംഗ് എന്നാ പറഞ്ഞേ. എന്താ മറുപടി പറയാഞ്ഞത്? അതന്നെ, ഇത്ര തന്നെയാണ്. അതന്നെ, വേറെ തിയോളജി ഡോക്ടറേറ്റ് എടുക്കാനൊന്നുമില്ല. അപ്പൊ പറയും ഞാൻ നന്നായിട്ട് ശരിക്കും ചെല്ലുന്നു, ഞാൻ ശരിക്കും നന്ന് പറഞ്ഞ പ്രാർത്ഥന ചെല്ലുന്ന. ഇപ്പൊ തന്നെ വരെ സെൽഫ് ഇവാലുവേഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ വിചാരിച്ച വന്നു, എങ്ങനെ നമ്മൾ വിഷ് ചെയ്യാം? ഗുഡ് മോർണിംഗ് അച്ഛാ, അങ്ങനെയാണോ? എങ്ങനെയാണ് അല്ലേ? കൈ കൂപ്പിട്ട്. ബിഷപ്പാണെങ്കിലോ കൂപ്പലിന് കുനിയിൽ അകം കൂടുമോ? കർദിനാളാണെങ്കിലോ മാർപ്പാപ്പയാണെങ്കിലോ മാർപ്പാപ്പയേക്കാൾ കോടാനും കൂടി ഇല്ലതെയാണ് പരിശീലനം പറയാം. നമ്മുടെ തലവത്തി വീഴൊന്നും വേണ്ട. ചുരുങ്ങിയ വർഷം ശിരസിൽ നിന്ന് കുഞ്ഞുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ നമ്മൾ ഉള്ളി തട്ടിട്ട് നന്ദി നിറഞ്ഞ പ്രാർത്ഥന അതിനനുഗ്രഹം കിട്ടിയിട്ടില്ല. ദൈവമക്കളെ, ഞാൻ എൻ്റെ ഒരു രഹസ്യമാണ്, ആരോടും പറയണ്ട. ലോകത്തിൽ എപ്പോഴെ പോയാലും ഞാൻ ഒരു നന്മ നിറഞ്ഞ പ്രാർത്ഥന ചൊല്ലിയിട്ട് ക്ലാസ് ആരംഭിക്കണം. അതിന്റെ അഭിഷേകം കർത്താവിന്റെ പരിശുദ്ധാത്മ തരുന്നുണ്ട് കേട്ടോ. ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്, ബൈബിൾ അതിനെ ആധികാരപ്പെടുത്തുന്നത്. ഈ പ്രപഞ്ചത്തിൽ പരിശുദ്ധാത്മാവിനെ നിറവിലഭിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പ്രാർത്ഥന. പക്ഷെ മാതാവിന് മനസ്സിലാണ് കേട്ടോ ദൈവമക്കളെ. അവിടെ മറിയോ കർത്താവിന്റെ ദാസ്യം എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മ പറഞ്ഞത്. അതുകൊണ്ടാണ് ജോയൽ 2:28 വായിച്ച് അവസാന നാളിൽ
എൻ്റെ ആത്മാവിനെ ഞാൻ അവിടെ വിമർശിക്കും, നിങ്ങളുടെ പുത്രന്മാരും. അപ്പൊ ദാസനാകുക എന്നുള്ളത്, അതായത് എളിമ വളരെ അമൂല്യമാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന്റെ വേറെ പ്രത്യേകതയാണ് മാർക്കോസ് 16:15-16-17 അവർക്ക് വായിച്ചേ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ സുവിശേഷ വേല ചെയ്യാൻ നമുക്ക് കൃപ നൽകുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മളെല്ലാവരും സുവിശേഷ വേല ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ നിശ്ചിതമായ അടിസ്ഥാന കടമയാണ്. നമുക്കാവുന്ന പോലെ എല്ലാവർക്കും ചിലപ്പോൾ വചനം പറയാൻ പറ്റിയെന്ന് വരില്ല, വിജയമൃതങ്ങളെ പോലെയോ ശാലിപത്രങ്ങളെ പോലെയോ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മളെല്ലാവരും പറ്റാവുന്ന പോലെ നമ്മൾ സുവിശേഷ വേല ചെയ്യണം. അത് നമ്മുടെ അടിസ്ഥാന കടമയാണ്. മാത്രമല്ല, നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ അത് മാത്രമേ കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ബൈബിളുമായി ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇവിടെയുള്ളതെല്ലാം പാഴും പ്രയോജനരഹിതമാണെന്നാണ് പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നത്. കൊരിന്ത്യർ 1 ലേഖനത്തെ 15-58 വാക്യം, 1 Corinthians 15:58 ഇങ്ങനെയാണ് പഠിപ്പിക്കുക. എല്ലാവരും എന്നോട് ചേർന്ന് വായിച്ചോ. അതിനാൽ എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ല എന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ചതിന്റെ ചിത്രം അചഞ്ചലരും. അപ്പൊ ഇത് മാത്രം നമുക്ക് നിഷ്ഫലമല്ല, ബാക്കിയെല്ലാം നിഷ്ഫലമാണ്. ആ ബോധ്യത്തോടെ നമ്മൾ ഇതിനു വേണ്ടി മാക്സിമം പരിശ്രമിക്കണം. അത് നമ്മുടെ അടിസ്ഥാന കടമയാണ്. അങ്ങനെ ഈ കടമ നമ്മൾ നിറവേറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടാകണം. ഇനി അടുത്തായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്ന പ്രധാന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് നമ്മളെ ദൈവ മക്കളാക്കി മാറ്റുന്നത്. പറഞ്ഞ എല്ലാവരും റോമ 8:14 വേഗം വായിച്ചപ്പെടപ്പെടാമെന്ന് വായിച്ചോ. ഈ വീട്ടിൽ സ്വന്തമായിട്ട് വീട്ടിൽ പോയിട്ട് കുറവട്ടം വായിക്കാം. അപ്പൊ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ അവബോധം നമ്മളിൽ ഉണ്ടാകണം. ആ വിശ്വാസം തന്നെ സാത്താനെ നമ്മളെ തൊടാൻ പറ്റില്ല. സാത്താൻ തൊടുക എന്നുള്ളത് പാപം ചെയ്യാൻ നമ്മളെ ഇടയാക്കുക, അതാണ് സാത്താൻ തൊടുന്നത്, അല്ലാണ്ട് വേറൊന്നല്ല. ഈ പാപം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അനർത്ഥങ്ങൾ വരുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് പാപം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആര് കടന്നു വരുന്നു? സാത്താൻ നമ്മളിലേക്ക് വരാൻ ഒറ്റ മാർഗമുള്ള പാപം മാത്രം. ദൈവമക്കളെ, അവൻ വരുന്നതിന് 3 ഉദ്ദേശം നമ്മൾ ഗുരു പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 10:10 മോക്ഷിക്കാനും കൊല്ലാനും നശിക്കാനും അവൻ വരണമെങ്കിൽ വരാൻ നമ്മൾ അനുവദിക്കുന്ന അത് പാപം മാത്രമാണ്. അപ്പൊ വളരെ ഗൗരവമായിട്ട് നമ്മുടെ കർത്താവിനെ ഏറ്റു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു വരില്ല. പ്രത്യേകിച്ച് നമ്മൾ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയില് സ്വർഗസ്ഥനായ ഞങ്ങളുടെ യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അന്ന് വരെ ദൈവത്തെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത മഹോന്നതനായ അത്യുന്നതനായ പരമപരിശുദ്ധനായ ഒരു വളരെ ദൂരത്തിൽ ആ കർത്താവിന്റെ അതിവിശുദ്ധ പേടകത്തിലേക്ക് അല്ലെങ്കിൽ അവിടത്തേക്ക് വർഷത്തിൽ ഒരാൾക്ക് കടക്കാൻ പോലുള്ളൂ. അത്രമാത്രം ഉന്നത അവസ്ഥയിരിക്കുന്ന ദൈവത്തെ തൊട്ടുള്ള അപ്പനായിട്ട് കാണാൻ നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ അതാണ് അവർക്ക് പറ്റിയ പ്രശ്നം. ദൈവത്തിന്റെ ഹൃദയവികാരം ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മൾ ജന്മയായാലും കണ്ടില്ലേ, ദൈവം ഓരോ നിമിഷം കാതോർക്കുന്നത് എപ്പോഴാ എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ അപ്പാന്ന് വിളിക്കണേ. അവനെ ചിന്തിക്കാൻ പറ്റാത്ത അത്രമാത്രം അനുഗ്രഹം കൊടുക്കാൻ ഞാൻ തയ്യാറാണല്ലോ. നമ്മൾ വായിച്ചിറങ്ങിയ 3:19 എന്റെ മക്കളോട് നിന്നെ പാർപ്പിക്കുവാനും സകല ജനതകൾക്കും വെച്ച് ഏറ്റവും ശേതോകരമായ വാസം തരാൻ ഞാൻ എത്രയേറെ. അത് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആരായിട്ട് കാണണം? പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്ന അമൂല്യ നേട്ടമാണ് നമ്മുടെ ദൈവത്തിന്റെ മക്കളാക്കി. ഉറക്കെ പറഞ്ഞാലോ, നമ്മൾ ദൈവത്തിന്റെ ആരാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഗലാത്യർ 4:6 ഉറക്കെ വായിച്ചേ. മനസ്സിലായി? അതാണ് മാമോദീസയുടെ എല്ലാ ആത്മീയ അനുഷ്ഠാനങ്ങളിലും നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നത് നമ്മളെ ആരാക്കി മാറ്റാനാണ്, മക്കളാക്കി. ഉറക്കെ പറഞ്ഞ എല്ലാവരും ആരാക്കി മാറ്റാണ്. ഈ മക്കളായാലും ഗുണം എന്താണ്? ആ വചനം വന്നില്ല. 4:7 വാക്യം 6 വാക്യം വന്ന് 7 കൂടി പറഞ്ഞ 7 കൂടി ഡിസ്പ്ലേ ചെയ്തു പ്ലീസ്. ഗലാത്യർ 4:7. അടുത്ത വാക്യം. ബൈബിളിലെ എല്ലാ അനുഗ്രഹത്തിലും നമ്മൾ അവകാശിയായി മാറുന്നത് ഈ മക്കളാകുന്നതിലൂടെയാണ് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 12
ഈ പരിശുദ്ധാത്മ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ച് നമ്മുടെ ഗുരു പറയുന്നത് എന്താണ്? അവർക്ക് വായിച്ചോ 1:12. അതിന് ഗുരു അതുകൊണ്ടാണ് യോഹന്നാൻ 14:15 ഈ ലോകത്തിന്റെ മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മ ലഭിക്കില്ല. അതിനെ കുറിച്ച് നമ്മുടെ ഗുരു പറയുന്ന പ്രബോധനമാണ് യോഹന്നാൻ 14:15, 16, 17 വാക്യങ്ങൾ. അവർക്ക് വായിച്ചെല്ലാവരും. മറ്റൊരു ദൈവത്തെ നല്ല പറഞ്ഞിരിക്കണേ. ഒരു നാവിനും വർണ്ണിക്കാൻ പറ്റാത്ത അത്യുന്നതനായ മഹോന്നതനായ സർവശക്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മൾ വസിക്കുന്ന നോട്ട് ഓൺലി ഗോഡ് ആസ് വെൽ ആസ് ഹെൽപ്പർ. In other words, we can seek help from any critical condition. ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലും നമ്മൾ ആരുടെ സഹായം തേടാം? ഇപ്പൊ നമ്മുടെ മോൾക്ക് ഒരു തെറ്റായ പ്രേമം, നമ്മൾ എങ്ങനെ ചീത്ത വിളിച്ചു നോക്കി, ദേഷ്യപ്പെട്ടു നോക്കി, എന്തൊക്കെ ചെയ്തിട്ട് മാറില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്ര വേണ്ടു അപ്പനമ്മ രണ്ടുപേരും ചോദിക്കുന്ന ഏത് കാര്യം സ്വർഗസ്ഥനായ പിതാവ്? അല്ലെ നമ്മുടെ മക്കൾക്ക്, അല്ലെ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളെ അവർക്ക് എത്ര മാത്സ് തലയിൽ കയറുന്നില്ല. അപ്പൊ ആടെ സഹായം തേടാം. എന്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. വളരെ കുറച്ചേക്കിന് എന്റെ സ്വന്തം ബിസിനസ് പറയുള്ളൂ. ഞാനിവിടെ 80 വന്നു. 75 ബോംബെ വന്നു. ഒരു ചെറിയ ഡിപ്ലോമ അത്രേ ഉള്ളൂ. അങ്ങനെ ചെന്ന് അന്ന് തന്നെ ജോലി കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല. അങ്ങനെ 80 ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുക. ഇവിടെ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ടെക്നിക്കൽ സംബന്ധിച്ച് വലിയ ശമ്പളമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന കമ്പനിയാണ്. അപ്പം അവിടെ കിട്ടണമെങ്കിൽ അവിടെ ഒരു ഫ്രീ ക്വാളിഫിക്കേഷൻ വേണം. അതിന് APA എന്ന് പറയും. APA പഠിച്ച് പാസ്സാണ്. APA പാസ്സാണ്. 100 hours ആണ്. നിങ്ങളുടെയൊക്കെ ഇംഗ്ലീഷിൽ വിദേശമൊക്കെ IELTS എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഇത് ടെക്നിക്കലാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് വളരെ ചെറുപ്പം തൊട്ട്, അതായത് 1985, 86 കാലഘട്ടം ഞാൻ പറഞ്ഞേ, 82 തൊട്ട് ബൈബിൾ ധാരാളം വായിക്കും. അങ്ങോട്ട് ആദ്യം ഇവിടെ ബൈബിൾ POC ബൈബിൾ ഇറങ്ങുന്നത് 1000 കോപ്പിയാണ്. അതിന് 100 കുണ്ടുകുളം പിതാവ് കിട്ടി. കുണ്ടുകുളം പിതാവിന്റെ ഒരു പെറ്റാണ് എൻ്റെ ഒരു ചേച്ചി കന്യാശ്രീ. അപ്പോൾ അവരുടെ കന്യാശ്രീ കൊടുത്തു. അന്ന് ഗൾഫുകാരെന്ന് പറഞ്ഞു ഞാൻ 82 ദുബായിൽ പോയപ്പോൾ, നാട്ടിൽ പോയപ്പോൾ സമ്മാനമായി തന്ന ബൈബിളാണ്. എന്തായാലും കൊണ്ടുവന്ന് എനിക്കൊരു വായിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങോട്ട് ബൈബിള് വേറെ അന്നത്തെ പോലെ ടെലിഫോണോ മൊബൈലോ പരിപാടി ഇല്ലാത്തതുകൊണ്ട് 4 മണി വരെ ജോലിയുള്ളൂ. ബ്രിട്ടീഷ് കമ്പനി ആയതുകൊണ്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ബൈബിളിൽ നിന്ന് വായിക്കൽ തന്നെയാണ്. ദിവസം 10-20 അധ്യായം വായിക്കും. അങ്ങനെയാണ് എനിക്ക് വന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. അതിന്റെ ബുക്ക് പഠിക്കും. 40 ബുക്കാണ് പഠിക്കും. ബുക്ക് പഠിക്കും. അത് പരീക്ഷ എഴുതും. 70% മാർക്ക് എല്ലാം 85, 90 ആ ലെവൽ. അങ്ങനെ വളരെ നല്ല ജോലി കിട്ടി. വളരെ നല്ല ജോലി കിട്ടിയിട്ടാ. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഉയർന്ന നല്ല ജോലി കിട്ടി. അപ്പൊ അവിടെ നമ്മുടെ ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലും ആടെ സഹായം തേടാം. പിന്നീടാണ് ഈ യെശയ്യാ 54:13 ഞാൻ വായിക്കുന്നത്. കർത്താവിന്റെ പുത്രന്റെ പഠിക്കും അവർ സാധിക്കില്ലേ. ഇതിന്റെ ഒക്കെ പരിശുദ്ധം നമ്മുടെ മക്കളെ അല്ലെങ്കിൽ തഴക്കദോഷാകാം, ബലഹീനതയാകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബലഹീനതയാകാം, എല്ലാത്തിനും നമ്മളെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? അതിനു വേണ്ടിയിട്ടാണ് ആര് പരിശുദ്ധാത്മ തന്നിരിക്കുന്നത്? യേശു ക്രിസ്തു. പറഞ്ഞ എല്ലാവരും നമ്മൾ വായിച്ചതാണ്. യേശു ക്രിസ്തു പരിശുദ്ധാത്മ തന്റെ ഉദ്ദേശത്താണ് നമ്മൾ ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധാത്മ വരുമ്പോഴാണ് എല്ലാ തഴക്കദോഷ ദുശീലൊക്കെ മാറും. ഞാൻ നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം. 2-3 മിനിറ്റ് എടുക്കും. നിങ്ങളെല്ലാവരും ഭാവനെ കാണും. നിങ്ങളൊരു 5 ഏക്കർ ഭൂമിയുള്ള വീട്ടിലൊരു മകനാണ് ഭാവനെ കാണും. എല്ലാവരും കണ്ടോ? എല്ലാവരും ഭാവന. വലിയൊരു അമൂല്യമായ ഒരു ആത്മീയതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കഥയായിട്ട് തോന്നിയ കഥ നിസ്സാര കഥയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൃഷിയൊക്കെ നോക്കുന്ന ഒരു പണിക്കാരുണ്ട്. അയാളുടെ പേരാണ് അന്തോണി. പറഞ്ഞ എല്ലാവരും. നമുക്ക് തെങ്ങ്, വാഴ, റബ്ബർ, നെല്ലൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും. അതിന്റെ അവൻ കൂലി വാങ്ങിക്കും. കൂലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ പോകും കള്ളുഷാപ്പിടിക്കാം. കള്ളുപിടിക്കും. കുറെ പിടിക്കും. ചിലപ്പോൾ നാട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കും, ചിലപ്പോൾ അടിയുണ്ടാക്കും. ഭാര്യയാണെങ്കിൽ ഒരു സാധുശ്രീ കൊച്ചുകൂട്ടിലാണ്. ഭർത്താവിനെ കാത്തിരിക്കും. ആദ്യം വന്നാൽ കഞ്ഞിനെ തല്ലി ഉടയ്ക്കും. ഭാര്യ രണ്ടാ കൊടുക്കും. അവിടെ 2 പിള്ളേര് കിടന്നുറങ്ങണ അവരുടെ ചവിട്ടി എഴുന്നേൽപ്പിക്കും. അവിടെ ചിലപ്പോൾ ഛർദ്ദിച്ചിടും. വൃത്തികെട്ടൊന്ന് പണി. കാലത്ത് പണിക്ക് കൃത്യമായിട്ട് വരും. ചില ആളുകളുണ്ടല്ലേ പണിയുടെ കാര്യത്തിലൊരു കുഴപ്പമില്ല. സന്ധ്യ ചെയ്താണെങ്കിൽ അങ്ങനെ നമ്മൾ കൊച്ചുനാളിൽ കാണുന്നതോട് വായി വന്നു. പ്രാർത്ഥനയായി ഗ്രൂപ്പിലൊക്കെ സജീവമായി. അന്നൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ 2 വർഷത്തിൽ ഒരിക്കലല്ലേ നാട്ടിൽ പോക്കൊക്കെ ഉള്ളൂ. അങ്ങനെ 2 വർഷത്തിൽ ലീവായി നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്നപ്പോൾ കുറേ ഇന്നത്തെ പോലെ മൊബൈലും ഫോണും സൗകര്യം ഇല്ലാത്ത കാലഘട്ടം. അപ്പൊ കുറേ വർത്തമാനം പറയണ്ട്. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഈ വർത്തമാനത്തിന്റെ കൂട്ടത്തിൽ എന്ത് വന്നു? അന്തോണി വന്നു. അപ്പൊ അമ്മയോട് ചോദിച്ചു, അന്തോണി ചേട്ടൻ അയാളിപ്പോഴും പണിക്ക് വരണ്ടടാ, പണ്ടത്തെ പോലെ തന്നെ വല്ല മാറ്റം? ഒരു മാറ്റമില്ല, എപ്പോഴും കണ്ടുകൂടി മറക്കന്നെ.
ആ പെണ്ണിനും മക്കൾക്കും ഒരു സമാധാനമില്ല. അപ്പൊ നമ്മൾ കുറെ ഇതുപോലെ പ്രാർത്ഥനയെ കൂടി കുറച്ച് കർത്താവിലേക്ക് അടുത്ത് നമുക്ക് തോന്നി എന്ത് ഇയാളെന്ന് നന്നാക്കണം അല്ലേ. ഭാവന കാണണ്ട. പിറ്റേ ദിവസം അയാള് ജോലിക്ക് വന്ന് വിളിച്ചു, ചേട്ടൻ വന്നേ, മോനെപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ രാത്രി വന്നു. അന്നും ചേട്ടൻ പോയിട്ട് ധ്യാനം കൂടണം, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ കാശ് തരാം. അന്ന് നമ്മൾ പറഞ്ഞു വിടാണ് കോട്ടയ്ക്കോ ഡിവൈനിലേക്കോ അട്ടപ്പാടി എവിടേക്ക് ഭാവനെ കാണും. ഒരാഴ്ചയിലെ ധ്യാനം കഴിഞ്ഞാണ് തിരിച്ചു വരിക. നാട്ടുകാരുടെ നല്ലൊരു സഹോദരൻ, ഭാര്യയുടെ നല്ലൊരു ഭർത്താവ്, മക്കളുടെ നല്ലൊരപ്പം, ഇങ്ങനെ പലരും ധ്യാനത്തിൽ മാറണം കണ്ടല്ലേ. നിങ്ങൾ എന്നോട് ആലോചിച്ച് മറുപടി പറഞ്ഞേ, ഈ ധ്യാനത്തിൽ വെച്ചുള്ള കയ്യോ കാലം അങ്ങനെ മാറിയോ? ഉറക്കെ പറ. മാംസം മാറിയോ? ഉറക്കെ പറ. ശരീരം മാറിയോ? രക്തം മാറിയോ? പിന്നെ എന്താ മാറിയത്? ഹൃദയ മനസ്സെന്നൊക്കെ പറയും. 50 മാർക്ക് തരാം. ഹൃദയ മനസ്സൊന്നല്ല മാറിയത്. നമുക്ക് 3 തലമുണ്ട്. ഒരു മനുഷ്യന് എത്ര തലമുണ്ട്? ഏതാ മൂതലം? ശരീരം. അതിന് ഓജസ് തേച്ച് കൊടുക്കുന്നതാണ് ജീവൻ അല്ലെ മനസ്സ്. 2 ഇന്റർലിങ്കാണ്. അത് ദൈവമായിട്ട് ലീഗ് ചെയ്യുന്നതാണ് എന്ത്? ആത്മാവ്. ഇത് 3 കൂടുന്നതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നമ്മുടെ ഗുരു പറഞ്ഞത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കുന്നതാണ്. ഈ 3 കൂടുന്ന നമ്മള്. അതിന്റെ മനസ്സല്ല മാറിയത്. മനസ്സിനെ നയിക്കുന്ന വേറെ സാധനം, അതിന്റെ പേരാണ് ആത്മാവ്. പറഞ്ഞെല്ലാവരും ആത്മാവാണ് മാറിയത്. ധ്യാനം കൂടുതലുള്ള ഇയാൾ നയിച്ചത് ഏത് ആത്മാവായിരുന്നു? ധ്യാനം കൂടുന്നവരെ ദുരാത്മാവ്. ഒരു ചെറിയ വാക്ക് മതി. അപ്പൊ ഒരുപാട് നെഗറ്റീവ്. ധ്യാനത്തിലേക്ക് കുമ്പസാരം, കുർബാന, കൗൺസിലിംഗ്, ആരാധന, ഓരോ ശുശ്രൂഷയിലൂടെ ഓരോ ദുരാത്മാവ് പുറത്തു പോയി. ഏതാത്മാവെന്ന് പറഞ്ഞു? ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അല്ല, നല്ലത് ചെറിയ എല്ലാം ഉൾക്കൊള്ളാം. ഇതേ അന്തോണിയാണ് ഇന്നലെ എന്ത് ചെയ്തത്? എല്ലാവരും നില ധ്യാനത്തിൽ എന്ത് ചെയ്തത്? തിന്മ. ചെറിയ വാക്കെല്ലാം ഉൾക്കൊള്ളിക്കാം. അപ്പൊ തിന്മ ചെയ്തതിന്റെ അടിസ്ഥാന കാരണം അന്തോണിയായിരുന്നോ ദുരാത്മാവായിരുന്നോ? ഉറക്കെ പറ. ഒന്നുകൊണ്ട് ഉറക്കെ പറ. നമ്മൾ അന്തോണിനെയാണ് വെറുക്കേണ്ടിയിരുന്നത്, ദുരാത്മാവിനെയാണ് വെറുക്കേണ്ടിയിരുന്നത്. നമ്മൾ ആരെ വെറുക്കുക? ഇന്നോട്ട് ആരെ വെറുക്കും? നാത്തോനാണ് പ്രശ്നം? അമ്മായിമ്മയായിരിക്കും അല്ലേ? അമ്മായിമ്മയാണ് പ്രശ്നം. അതിന്റെ കീഴ്ജോലിക്കാരനാണോ? അവര് എന്തുകൊണ്ടാണ്? ഈശ്വരനോളം വെറുത്തിട്ടില്ല. ഈശോ പാപത്തെ വെറുത്തണ്ട്, പാപിയെ. നമ്മൾ പാപികളെയാണ് വെറുക്കണേ. ഈശോ ഒരു പാപിനിയായ മക്കളെ അവളെയും മറുപടി ചേർത്തു. ചുമട്ടുകാരൻ മത്തായി, അവന് ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, അവന് മറുപടി തള്ളി പറയുന്ന പത്രോസ്, അവനെ മറുപടി കൊണ്ടുപോയ അന്ത്രോസ്. ഒരാളും തള്ളിക്കളഞ്ഞില്ല. കാരണം ഈശോ പാപത്തെ വെറുക്കുന്നു. ആരെ സ്നേഹിക്കുന്നു? നമ്മൾ ആരെ വെറുക്കണേ? അതാണ് ദൈവമക്കൾ. വിളിക്കണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ പുണ്യം. അപ്പൊ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ബന്ധത്തിലോ സ്നേഹത്തിലോ പരിചയത്തിലോ ഇടപെടുന്ന മേഖലയില് ഏതെങ്കിലും ഡിസ്ലൈക്ക് വേദനിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയല്ല വെറുക്കേണ്ടത്. ആ വ്യക്തിയിൽ കൂടി ഉള്ള ദുരാത്മാവിന് വെറുക്കാം. അങ്ങനെ മാത്രം പോരാ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? അല്ലേ? എന്ത് പ്രാർത്ഥിക്കണം? അങ്ങനെ അയാൾ കർത്താവിലേക്ക് എടുത്താൽ ഈ ലോകം മുഴുവൻ നേടുന്നേക്കാളും മഹോന്നതമായ അനുഗ്രഹമാണ് ഒരു വ്യക്തി നമ്മളുടെ കർത്താവിലേക്ക് എടുത്താൽ കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവ്. യാക്കോബിന്റെ ലേഖനം ഏതാ അധ്യായം? 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അല്ലേ? നിങ്ങളൊരാളെ കൊണ്ടുവന്നു, അടുത്ത കൂട്ടായ്മയ്ക്ക് ഒരാളെ കൊണ്ടുവന്നു. ഇവിടുത്തെ അത്ര അതിപവർഫുള്ളായ ശുശ്രൂഷയായിരുന്നു സുതിപ്പിന്റെ ആരാധനയുടെ പ്രാർത്ഥനകളോട് നടക്കുന്നത്. സഹോദരങ്ങളൊക്കെ ഒന്നിനെ മെച്ചെന്ന് പറയാൻ പറ്റില്ല, ഒന്നും കുറവില്ല. അതിവിഷയം പങ്കുവെടുക്കുന്നത് നമ്മൾ തന്നെ അഭിഷേകത്വം പറയാണ്. ഈ ശുശ്രൂഷയിലൂടെയോ ക്ലാസ്സിലൂടെയോ ആരാധനയുടെ എല്ലാം അതിമനോഹരമാണ്. ആ വ്യക്തി കർത്താവിലേക്ക് എടുത്തു ഒരു നല്ല കുംസാരം നടത്തി. കുർബാനയോടൊരു ക്രമീകരണം ഉണ്ടായാൽ അവന്റെ ആത്മാവ് രക്ഷപ്പെട്ടാൽ അവന്റെ ആത്മാവ് മാത്രമല്ല, അവൻ നമ്മുടെ കൂട്ടിക്കൊണ്ടെന്ന് നിൽക്കുക. നമ്മൾ നിർബന്ധിച്ച് കൊണ്ടെന്ന് അവൻ കൂട്ടിക്കൊണ്ടെന്നില്ലേ അവിടെ റൂമില് കല്ലുടിയും മുളുകടിയും ഒക്കെ ആയിരിക്കും. ആ അശുദ്ധാത്മം നിറഞ്ഞ് ഈ ദേശത്തിലാണ് ഭാര്യനെ വിളിക്കുക. അപ്പൊ അവൾക്ക് മുറിവ്, അപ്പൊ ആ ദേശത്തിലാണ് മക്കളുടെ അച്ഛനും മുറിവ്. അപ്പൊ ഒരാൾ കർത്താവിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിയുടെ ജീവിത പങ്കാളി, മക്കള് ഒക്കെ എവിടേക്കൊക്കെ എടുക്കും. അത് നമ്മൾ കാണാത്താണ്. എലീശ അവിടെ മുഴുവൻ പറഞ്ഞു, ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല. കർത്താവേ മതി, പ്രവാചകത്തിൽ വേണ്ട. അവിടെ കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ എലീശ ഒരാൾ മാനസാന്തരം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം പറഞ്ഞിട്ടോ, നീ അറിയാത്ത 7000 പേര് നിന്റെ വചനം കേട്ട് എന്തുണ്ടായിട്ടുണ്ട്? മനസ്സിലാകത്ത. അപ്പൊ നമ്മൾ ഒരാളെ കൊണ്ടുവരുന്ന ഒരാൾ മാത്രമല്ല, അതിലൂടെ ഒരുപാട് ആളുകള് അവന്റെ ജീവിത പങ്കാളിയാകാം. അല്ലെങ്കിൽ അവൻ ഈ വൃത്തികെട്ട ഈ വർത്തമാനം കേൾക്കുമ്പോൾ അപ്പോഴേക്ക് ഒരുത്തൻ പല വീശാമന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെ കുടുക്കിൽ പെട്ടെന്നൊക്കെ വരും. അവർ കൗൺസിലാണ്. 1 അല്ല 2 ലക്ഷം പേര്
അവന്റെ പല വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നത് കിട്ടേണ്ടത് കിട്ടാണ്ട് വരുമ്പോൾ കിട്ടുന്നോടത്തേക്ക് പോകുന്ന അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിക്കൂടായില്ല. അപ്പൊ വലിയ നരകം ദൈവമക്കളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. അതൊക്കെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടാവണേ. നമ്മളൊരാളെ കർത്താവിൽ കൊണ്ടുവരുമ്പോൾ ദൈവമക്കളെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം. കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എല്ലാ മേഖലയിലും സഹായിക്കാനാണ്. പരിശുദ്ധാത്മാവിന്റെ അടുത്ത പ്രവർത്തനം എന്താന്ന് നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 14 വായിച്ചു. 14:26 വായിച്ചു. അവർക്ക് വായിച്ച എല്ലാവരും. അവൻ ഈശോ പറഞ്ഞതെല്ലാം അനുസ്മരിപ്പിക്കാൻ. ഇപ്പൊ ഇവിടെ എനിക്ക് ഞാനൊരു വചനം ഒരുങ്ങിയാലും ഇവിടെയല്ല എവിടെ ചെന്നാലും അവിടെ നിൽക്കും വേറെ പ്രകാരം വരാൻ തോന്നും. അതൊന്നും ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷേ കാരണം അപ്പൊ നിങ്ങളിൽ പലർക്കും ആവശ്യമുണ്ട്. ഈശോയുടെ പറഞ്ഞതൊക്കെ അനുസ്മരിപ്പിക്കാൻ ആര് സഹായിക്കും? അത് പഠിക്കുന്ന കുട്ടികൾക്ക് അത് ബാധകമാണ്. ഞാൻ എക്സാമിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ IPയുടെ. അപ്പൊ നമ്മള് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ 11 മണിക്കൂറാണ് വർക്ക് ഈ ഡ്യൂട്ടിയിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. ദൈവമക്കളെ പഠിച്ച ഭാഗത്തുനിന്ന് അതെല്ലാം ശരിയായ ഉത്തരം എഴുതാനുള്ള ഓർമ്മശക്തി ആർക്ക് തരും? അതാണ് ഈശോയുടെ ഒരു പ്രത്യേകത. ആത്മീയകാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാ അധ്വാനം പ്രാർത്ഥന തന്നെയാണ്. അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നതാണ്. 16 8 വായിച്ചേ. അതെ, നിത്യജീവനെ കുറിച്ച് ഒരു പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മ. അല്ലെങ്കിൽ നമ്മള് ഈ ആത്മീയ നേട്ടങ്ങളെ കൊടുത്ത ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുപരിയായിട്ട് ഞാനിവിടെ പരദേശിയാണ്, കൂടാരവാസിയാണ്. ഇവിടെയുള്ള ഇട്ടേച്ചൊരു നാളെ ഞാൻ പോകേണ്ടി വരും. ഞാൻ നേരിടുന്ന ന്യായവിധിയുണ്ട്, അല്ലെങ്കിൽ അനന്യായവിധിയുണ്ട്. ദൈവമക്കളെ അപ്പോഴെന്റെ ചെയ്തികളെല്ലാം മാറ്റടിച്ച് നോക്കുന്ന നാളുണ്ട്. അപ്പോൾ അവിടേക്ക് എനിക്ക് നിക്ഷേപം ഉണ്ടാകണം. ഈ വക ബോധ്യം തരുന്നത് ആരിലൂടെയാണ്? അവർക്ക് പറഞ്ഞെല്ലാവരും അത് അത്യമൂല്യമാണ്. ഇവിടെ എത്ര കോടാനും കൂടി ഉണ്ടെങ്കിലും വണ്ണോട് അതണ്ട് നമ്മൾ വിട്ടുപോകണം. ഞങ്ങളുടെ ചെറുപ്പത്തില് ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്റെ പേരാണ് ഓനാസിസ്. കേട്ടോ നിങ്ങള്? ഇപ്പൊ ആരൊക്കെയാണ്? ഞങ്ങളുടെ ഫ്രാൻസിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഓനാസിസ്. അയാൾ മരിച്ചു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സുന്ദരിയുടെ പേരാണ് മെർലിൻ മൺറോ. കേട്ടോ? നിങ്ങൾ ആരെങ്കിലും $1 കോടി അവിടെ കൂടെ ഉറങ്ങാൻ അവിടെ മരിച്ചു. ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് ഏറ്റവും അഭ്യാസി ആളുടെ പേരാണ് ബ്രൂസിലി. പാരാന്നറിയില്ല, അയാൾ മരിച്ചുപോയി 32 വയസ്സിലാണ്. അപ്പൊ ഒരു അവസ്ഥയ്ക്ക് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. നിനക്കെല്ലാം നേരിടേണ്ടി വരും ന്യായവിധി. അവിടെ കർത്താവാണ് ഈ ന്യായവിധി കുറിച്ച് ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവാണ്. ഇനി പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. വരങ്ങള് ഒറ്റ വാക്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് പൊതു നന്മയ്ക്കുള്ളതാണ്. പറഞ്ഞെല്ലാവരും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപ്പൊ വരം നിങ്ങൾ വരത്തിന് വേണ്ടി ദാഹിക്കണം, എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ അതോടൊപ്പം വര ഉപയോഗിക്കാനുള്ള തയ്യാറുണ്ടാവും. വര ഉപയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് വര കിട്ടില്ല. എത്ര ദാഹിച്ച് പ്രാർത്ഥന, എത്ര ലാഭത്തിൽ പ്രാർത്ഥിച്ചാലും എല്ലാ വരം കർത്താവ് തരും. കാരണം വയലുകൾ ഏറെയാണ്, വേലക്കാർ ഉരുളമാണ്. കർത്താവിന് ധാരാളം വേലക്കാർ ആവശ്യമുണ്ട്. വേലക്കാർക്ക് വേണ്ട ആയുധമാണ് വരങ്ങൾ. ദൈവമക്കളെ അത് നിങ്ങൾ ഉപയോഗിക്കുകയും മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ വര ഉള്ളതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോയില്ല, അത് വേറെ കാര്യം. വരമില്ലാത്തതുകൊണ്ട് നരകത്തിലും പോയില്ല, അത് വേറെ കാര്യം. പക്ഷെ സ്വർഗത്തിൽ ഒരുപാട് ഇതിനകത്ത് ഉപകരിക്കും. വരങ്ങളെ കുറിച്ച് 1 Corinthians 12 ഏതാ വാക്യം? 4 തൊട്ട് വായിക്കാൻ താണിക്ക് ഉറക്ക വായിച്ചമേ വായിച്ച എല്ലാവരും. പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ വരം നമ്മള് നായ്ക്കമ്മടമലച്ചൻ മനക്കിലച്ചനൊക്കെ അനേക ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ രോഗം സൗഖ്യപ്പെടുത്താൻ അവർക്ക് അത് പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ അവർ വലിയതായിട്ട് അവര് വലിയ രോഗിയായിട്ട് ആശുപത്രി ഡോക്ടറെ കണ്ടല്ലോ എന്ന് കളിയാക്കുന്നുണ്ട്. കാരണം ആ വരങ്ങളൊന്നും ആർക്കുള്ളതല്ല, അവർക്കുള്ളതല്ല. പറഞ്ഞെല്ലാവരും ആർക്കുള്ളതല്ല. എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് വരങ്ങള് സൗഖ്യങ്ങളൊക്കെ നൽകി ഞാൻ കാണാനിടയായി. പക്ഷെ എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ആ വേദന അത് നിൽക്കാൻ ഒരു നോട്ടെ, അത് സമാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയും. എത്ര ചോദിച്ചാലും ചില വേദനകളൊന്നും മാറ്റാറില്ല. കാലിനൊക്കെ വേദനയൊക്കെ വരാറുണ്ട്, പ്രായത്തിന്റെ ആയിരിക്കും കൂടുതൽ കേട്ടോ. അപ്പൊ അതൊന്നും നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല, പിന്നെ ഇതിനുള്ളതാണ് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. വായിച്ച താഴേക്ക് അവർക്ക് വായിച്ചോ.
അത് ഓരോരുത്തരും ഇഷ്ടം പോലെയാണ്. ചിലർക്ക് ഗാന ശുശ്രൂഷ നടത്തും. ഇവര് നല്ല ആത്മാർത്ഥത ചെയ്താൽ അതിനെ ഒരുപാട് കിട്ടിയിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ സുവിശേഷം അത് ഇപ്പൊ കുറച്ച് ഗൗരവം കൂടിയതാന്ന് വിചാരിക്കാം, നമ്മുടെ കാഴ്ചപ്പാടില്ല, എല്ലാം ഒന്ന് തന്നെ. അപ്പൊ എനിക്കിപ്പോ ഒരു 10 കോടി രൂപയാണ് ഇന്നത്തെ സുവിശേഷ സ്വർഗത്തിന്റെ റിവാർഡിനേക്കുക. ഇതേ 10 കോടി തന്നെ ഇവർക്കുണ്ട്. ഇതേ 10 കോടി ആർക്കുണ്ട്? അവർ ആത്മാർത്ഥത ചെയ്ത അതേ 10 കോടിന്റെ നേതൃത്വം നൽകിയ സഹോദരിക്കുണ്ട്. അപ്പൊ നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എത്രമാത്രം ആത്മാർത്ഥത്തോടെ ചെയ്തു അതാണ് അതിന്റെ റിവാർഡിൻ്റെത്. അല്ലാണ്ട് ഒരെണ്ണം ചേർന്ന് ഇതിനെ ഒരുക്കിയ ആളുകൾക്കുണ്ട്. എല്ലാവർക്കും എല്ലാ ശുശ്രൂഷ ഇതെല്ലാം ചെയ്യുന്നതാണ് ശുശ്രൂഷ. അതുകൊണ്ട് നമ്മുടെ ഇതിന് കാര്യങ്ങൾക്ക് മാത്രം ശ്രേഷ്ഠത, ഇന്നത് മോശം, അങ്ങനെയില്ല. ഇതെല്ലാം ഗുണങ്ങളാണ് കർത്താവിന്റെ രാജ്യത്തിന്റെ വേല നടക്കണേ. ഇനി അതിന്റെ വളരെ അമൂല്യമായ പ്രത്യേകത, വരങ്ങളുടെ പ്രത്യേകതയാണ്. അത് നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നോ അത്രമാത്രം കിട്ടും. നിങ്ങൾക്ക് രോഗശാന്തി വരം വേണോ? കർത്താവ് തരും. എവിടെയെങ്കിലും രോഗികളുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുക, സ്വാതന്ത്ര്യപ്പെടുത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വ്യക്തിപര. അങ്ങനെ നമ്മളൊരു 2-3 മാസം ചെയ്താൽ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് വചന പ്രഘോഷനാണോ? നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് 2-4 വചനം അറിയുള്ളൂ. എവിടെ സന്ദർഭം കിട്ടിയാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ ഇവിടെ വലിയ പ്രയാസമാടി, എല്ലാവരും അവിടെ ആരുമില്ല, അപ്പൊ മരിച്ചല്ലോ. ഇന്നലെ അമ്മ ഈശോ പറഞ്ഞാന്ന് 40-30-29 എന്താ പറഞ്ഞിരിക്കണേ? അതെ, യുവാക്കൾ ശക്തിയെ പറ്റി ചെറുപ്പക്കാരുടെ ഞാൻ തന്നെ കർത്താവ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നിങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നല്ലേ പറഞ്ഞിരിക്കണേ. അതെ കടന്നാടി എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. 127 2-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താ? തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത്. ഇങ്ങനെ നമുക്കറിയാവുന്ന വചനം പറയാം. ഈ പറയും തോറും കർത്താവ് കൂടുതൽ വചനപ്രഘോഷണ സൂത്രം. ഇപ്പൊ ഞാൻ ഈ പറയണത്, ഞാൻ ലോകത്തിൽ എപ്പോഴത്തെ വചനപ്രഘോഷണം കിട്ടിയാലും ഞാനത് നോ പറയില്ല, എത്ര എന്ത് മാറ്റി വെച്ചാലും. അതിനാൽ തന്നെ ധാരാളം ജനുവരി 1-ാം തീയതി തൊട്ട് ഈ പ്രാവശ്യം 1-ാം തീയതി തൊട്ട് തുടങ്ങിയത് ഒറ്റ ദിവസം മുടക്കില്ലാണ് ശുശ്രൂഷ കർത്താവ് തരണേ. കാരണം എന്താ? ഞാൻ ഇത്രയും ബഹുമാനം കൊടുക്കുന്നു. ഏത് ഞാൻ ഇതൊക്കെ മാറ്റിയോ? വയസ്സായ ക്ഷീണമൊക്കെ ഉണ്ട്, വയ്യ. അവിടെ പറഞ്ഞേ ഞാനിപ്പോ ഒരു 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് എന്റെ 10-1 വചനം പോലും പറയാൻ പറ്റില്ല. അത് ഓൺലി ടൂളാണ്, ഓർണമെന്റ് അല്ല. എനിക്ക് 100 വചനം അറിയാം, 2200 വചനം അറിയാന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കാൻ ഒരു ഓർണമെന്റ് അല്ല അത്. പിന്നെന്താണ്? എല്ലാ ടൂളാണ്, ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിക്കുന്നവർ അത് കൂടി വരും. ഉപയോഗിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ പ്രകൃതി നിർത്താറായി അല്ലേ? ഓക്കെ, നമുക്ക് ഈശോയുടെ വെള്ളിയേക്കാം. ബാക്കി ഈ വീട്ടിൽ നിങ്ങൾ നാളെ കൊണ്ടുവരണം, അടുത്ത വെള്ളിയാഴ്ച കൊണ്ടുവരണം, പക്ഷേ ഞായറാഴ്ച കൊണ്ടുവരണം കേട്ടോ. ഇത് തന്നെയായിരിക്കും ഇതിന്റെ ബാക്കിയായിരിക്കും. ഓക്കെ, ഇതിന്റെ പ്രധാന പോർഷനാണ് ഇനി അടുത്ത വെള്ളി. ഓക്കെ, അപ്പോൾ എല്ലാവരും കൊണ്ടുവരിക. നമുക്ക് കർത്താവിനെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു കാര്യങ്ങൾ പറയാം. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ നിറയണമെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളത് വേറെ, നിറവ് വേറെ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു കുപ്പിയില് ഒരു 4 തുള്ളി വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളം ഉണ്ടോ? എനിക്ക് ദാഹിച്ച കുടിക്കാനുണ്ടെങ്കിൽ എന്തുണ്ടാവണം? അതാണ്. അപ്പൊ പരിശുദ്ധാത്മ നമ്മൾ പ്രവർത്തന നിരതമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറം ഉണ്ടാവണം. ഇനി നമ്മൾ നിറമുണ്ടോ എന്ന് അറിയാൻ എന്താ മാർഗം? അതിന് 3 മാർഗമാണ്. ഒന്നാമത് നമ്മുടെ ഈശോ പറയുന്ന ഒരു മാർഗം എന്താണ്? ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ, നല്ല വൃക്ഷം ചീത്ത ഫലവും, ചീത്ത വൃക്ഷം നല്ല ഫലവും പുറപ്പെടുവിക്കുക. അപ്പൊ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. പിന്നെ അതിന് നമ്മൾ ചെയ്യേണ്ട 3 കാര്യം. ഒന്ന്, ദാഹിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞെല്ലാവരും സ്ത്രീഹന്മാര് സഹീവനുണ്ടിശാലിൽ ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് തീമാക്കളുടെ രൂപത്തിൽ അവര് അല്ലേ? എന്താണ് 42-ാം സങ്കീർത്തനം പറയണേ? നീർച്ചാർന്നിടുന്ന മാൻപേഴെ പോലെ എന്റെ ഉള്ളം അങ്ങേക്ക് വേണ്ടി. രണ്ടാമതാണ് ദൈവമക്കളെ ദാസി മനോഭാവത്തിൽ പ്രാർത്ഥിക്കണം. പറഞ്ഞെല്ലാവരും മറിയ പറഞ്ഞ കർത്താവിന്റെ ദാസി. അപ്പോഴാണ് ആര് നടന്നത്? അതുവരെ കുറെ വലിയ ഡയലോഗ്സ് സംഭാഷണം കുറെ ഉണ്ടായി. പരിശുദ്ധാത്മ നടന്നത് ദാസിയായി. അതാണ് യോയേൽ 2:28 എന്റെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോസ്തലർ 2:38. അത് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാവരും പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അരികിലേക്ക് വിളിച്ച എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞു, പിതാവിനാണ് ആകർഷിച്ചല്ലാതെ ആർക്കും വരാൻ പറ്റില്ല. ഇന്നിവിടെ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ദാനമുണ്ട്. അപ്പൊ ഈ 3 ബോധ്യത്തോടെ നമുക്ക് ശുശ്രൂഷയില് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ഏതാ 3? ദാഹിച്ച് പ്രാർത്ഥിക്കണം, ദാസൻ ദാസി മനോഹർ പ്രാർത്ഥിക്കണം,
അയോഗ്യരാണെന്ന് ചിന്തിക്കരുത്. എഴുന്നേറ്റേക്കാം, കരങ്ങൾ ഉയർത്താം, ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണ കർത്താവേ. സ്വർഗീയ വരദാനങ്ങളാൽ നിറയട്ടെ കർത്താവേ. വരണേ, വരണേ, വരണേ. റോഹാ വരണേ, റോഹാ വരണേ, റോഹാ വരണേ. എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ, സ്വരം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മക്കളെ നിറയ്ക്കണ കർത്താവേ. വയലുകളെ നന്മ ചെയ്തവനെ, വേലക്കാർ വിരളമാണ് നന്മ ചെയ്തവനെ, നമ്മുടെ വയലിലെ വേലക്കാരായിട്ട് ഒരു മാറ്റം കർത്താവേ. അനേകരുടെ ക്രിസ്തുവിനെയും കഴിപ്പിക്കുന്ന പ്രവാചക ദൗത്യമായിട്ട് കർത്താവേ. അനന്യാസ പ്രവാചകൻ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ദാസൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിൽ ആത്മാവിന്റെ ഇരട്ടി പങ്കു മക്കളുടെ വർഷിക്കപ്പെടുന്ന കർത്താവേ. ഏലിയ പ്രവാചകൻ എലീശായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ദാസൻ പ്രാർത്ഥിക്കുന്നു. എലീശായിൽ ആത്മാവിന്റെ ഇരട്ടി പങ്കു മക്കളുടെ മക്കൾ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ ദാവീദിന് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ദാസൻ പ്രാർത്ഥിക്കുന്നു. ദാവീദിൽ ആത്മാവിന്റെ ഇരട്ടി പങ്കു മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരണേ, 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 വരണേ. റോഹാ വരണേ, റോഹാ ലാഹ മാഹ ശമൻ മാലഹ. സഹോദരങ്ങളോട് ചേർന്ന് പാട്ടുപാടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നിറവേറ്റി പ്രാർത്ഥിക്കാം. പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ജലിക്കുന്ന അതിരങ്ങളാൽ കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ജലിക്കുന്ന അതിരങ്ങളാൽ കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah.
വിവേചന വരുത്താൻ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പറയട്ടെ, വിവേചന വരുത്താൻ പറയട്ടെ. കൂട്ടുകാരോട് കടന്നു വരുന്ന ദുസ്വഭാവങ്ങൾ, ദുശ്ചിന്തകളെല്ലാം മനസ്സിലാക്കാൻ പ്രബോധിപ്പിക്കട്ടെ. സമയത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന വരുത്താൻ ഞങ്ങളുടെ മക്കൾ പറയട്ടെ. എല്ലാ മാതാപിതാക്കന്മാരും കരങ്ങൾ ഉയർത്തി മക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ പരിശുദ്ധം പറയാൻ പ്രാർത്ഥിക്കട്ടെ. ക്ലാസിന്റെ മേൽ വർഷിച്ച നിങ്ങളുടെ മേലുണ്ട്. എല്ലാ മാതാപിതാക്കൾ മക്കളെ മനസ്സിൽ കാണുക. അവരുടെ മൊബൈലിലുള്ള ആസക്തികള്, പഠിച്ച തലകേറുന്ന അവസ്ഥകള്, തെറ്റായ ഉത്തരങ്ങൾ എന്ന അവസ്ഥമായി പഠിച്ചത്, തടക്ക ദോഷങ്ങൾ, ചില ഭക്ഷണത്തോടുള്ള വെറുപ്പ്, ചില ഭക്ഷണത്തോടുള്ള വെറുപ്പ്, തെറ്റായ പ്രേമബന്ധങ്ങൾ, തെറ്റായ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഉപേക്ഷിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പരമാവധി അവസ്ഥ. 8:26 നമ്മുടെ വിലക്കെടുതൽ ആത്മാവിനെ സഹായിക്കുന്നു. ആ മനുഷ്യനാണെന്ന് അറിയാൻ പ്രാർത്ഥിക്കുക. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുമല്ലോ. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുമല്ലോ. എല്ലാ അപ്പനും അമ്മയും മക്കളെ മനസ്സിൽ കണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കുഞ്ഞുമക്കൾ അനുഗ്രഹങ്ങളായി മാറട്ടെ. നാളെ ഈ ലോകത്തെ നയിക്കേണ്ടവർ അവരാണെന്നാണ് അവരെ ഇവിടെ പഠിപ്പിച്ചത്. യുവാക്കന്മാർക്കുള്ള ഉപദേശം അതാണല്ലോ. യാക്കോബ് നൽകിയ ഉപദേശം ഞങ്ങളുടെ മക്കളിൽ അവിടുന്ന് ആവശ്യപ്പിക്കണമേ. വിട്ടു പോകട്ടെ, തീരസ വിട്ടു പോകട്ടെ, തഴക്ക് ദോഷങ്ങൾ വിട്ടു പോകട്ടെ, മദ്യപാനാസക്തി വിട്ടു പോകട്ടെ, എല്ലാവരും പ്രേമബന്ധങ്ങൾ ജടികാസക്തി വിട്ടു പോകട്ടെ, കുടുംബത്തിലെ ദാമ്പത്യ അകച്ചത് തെറ്റിദ്ധാരണകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. മനസ്സിലാക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. എല്ലാ വെറുപ്പിന്റെ ദുരാത്മാവ് നിർവീര്യമാകട്ടെ. സൈന്യത്തെ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. പിന്നെ എല്ലാവരും ഇന്ന് തീരുമാനം എടുത്ത് പോകണം. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ തീക്ഷണത നൽകിയിട്ടുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നതായിട്ട് സന്ദേശം കിട്ടിയിട്ടുണ്ട്.
കുളിരിറങ്ങുന്നത്, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ, കണ്ണീരോടെ പാടും, ഇങ്ങനെയൊക്കെ നിങ്ങൾ മിക്കവർക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട, അടുത്ത ആഴ്ച എല്ലാവരും 2 പേരിനെ കൊണ്ടുവരാൻ തീരുമാനം എടുക്കുക. ഓക്കെ, 2 കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കടുത്ത തീരുമാനം എടുക്കുക. അങ്ങനെയാണ് തുടങ്ങുക. ഇന്നോട്ടങ്ങോട്ട് തുടങ്ങുക. ഇതിന്റെ എല്ലാം പൂർണ്ണ അടുത്ത ആഴ്ചയിലായിരിക്കും കേട്ടോ. അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ ചെറുവൻ തന്നെ ആയിരിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ നമുക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനുടെ അപേക്ഷയുള്ള ആണ്. പിതാവിനും